എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു iPlus ട്രെയിനിങ് സൊല്യൂഷൻസ്. iPlusന്റെ പുതിയൊരു ലൈവ് സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് കേരള വാട്ടർ അതോറിറ്റി മീറ്റർ റീഡർ എക്സാമുമായി ബന്ധപ്പെട്ട് മൊഡ്യൂൾ 7 and 8 കമ്പൈൻ ചെയ്തുകൊണ്ടുള്ള ഒരു ലൈവ് MCQ ഡിസ്കഷൻ സെഷനാണ്. സോ എല്ലാവർക്കും സ്വാഗതം. മൊഡ്യൂൾ 7ലേക്ക് വരുമ്പോൾ പ്രധാനമായിട്ടും ഡ്രെയിനേജ് സിസ്റ്റവുമായി ബന്ധപ്പെട്ടാണ്. നമുക്കറിയാം ഇത്തരത്തിൽ സീവർ അല്ലെങ്കിൽ ഡ്രെയിനേജ് ക്യാരി ചെയ്യാനുള്ള സിസ്റ്റം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പൈപ്പിംഗ് സിസ്റ്റംസ് ഉണ്ട്. ഹൗസ് ഡ്രെയിനേജുമായി ബന്ധപ്പെട്ട് പൈപ്പിംഗ് സിസ്റ്റംസ് 1 പൈപ്പ് 2 പൈപ്പ് അങ്ങനെയുള്ള സിസ്റ്റംസ് നമ്മൾ മനസ്സിലാക്കണം. ടെസ്റ്റിംഗ് ഓഫ് ഹൗസ് ഡ്രെയിനേജ് ലൈൻസ്, ഇത്തരത്തിൽ ഹൗസ് ഡ്രെയിനേജ് ലൈൻസിന്റെ ടെസ്റ്റിംഗുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. ദെൻ വേസ്റ്റ് സ്റ്റോറേജ് ടാങ്കുകൾ, ഇത്തരത്തിൽ ഡ്രെയിനേജ് അല്ലെങ്കിൽ റിലേറ്റഡ് ആയിട്ടുള്ള വേസ്റ്റ് സ്റ്റോറേജ് ടാങ്കുകൾ, സെപ്റ്റിക് ടാങ്ക് ഉൾപ്പെടെയുള്ള അങ്ങനെയുള്ള സ്റ്റോറേജ് ടാങ്കുകൾ. ദെൻ വെന്റിലേറ്റിംഗ് സിസ്റ്റംസ്, പബ്ലിക് സീവർ സിസ്റ്റം, ഇൻസ്പെക്ഷൻ ആൻഡ് മെയിൻ്റെനൻസ് ഓഫ് ഡ്രെയിനേജ് ലൈൻസ്. അതാണ് പ്രധാനമായിട്ടും മൊഡ്യൂൾ 7 നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ മൊഡ്യൂൾ 8ലേക്ക് വരുമ്പോൾ വളരെ ചെറിയൊരു ടോപ്പിക് ആണ്, അല്ലെങ്കിൽ ഒരു മൊഡ്യൂളാണ് മൊഡ്യൂൾ 8 എന്ന് പറയുന്നത്. പൈപ്പ് ജോയിന്റുകൾ ഏതൊക്കെയാണ്? സോ പൈപ്പ് ഫിറ്റിംഗ്സ് ഒക്കെ നമ്മൾ കണ്ടിരുന്നു. അപ്പൊ ഇവിടെ പ്രധാനപ്പെട്ട പൈപ്പ് ജോയിന്റുകൾ, അതുപോലെ തന്നെ ജോയിനിങ് മെത്തേഡ് എങ്ങനെയാണ്, അവിടെ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ എന്താണ്, നമ്മൾ ഈ തരത്തിൽ ട്രെഞ്ചസ് നമ്മൾ സാധാരണ പൈപ്പ് ഓപ്പൺ ആയിട്ട് ചെയ്യാറുണ്ട്, ഓപ്പൺ ആയിട്ട് ലേ ചെയ്യാറുണ്ട്, അതായത് ട്രെഞ്ച് എടുത്തിൽ നമ്മൾ ലേ ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ ട്രെഞ്ച് എടുത്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ എങ്ങനെയാണ്, അതുമായി ബന്ധപ്പെട്ടുള്ള മെത്തേഡ്സ് ഓഫ് ട്രെഞ്ചിങ് ആൻഡ് ലേയിങ് ഓഫ് പൈപ്പ്. സോ അതാണ് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. അപ്പൊ 7ഉം 8ഉമാണ് നമ്മൾ ഇന്നത്തെ ഒരു സെഷനിൽ നമ്മൾ പ്രധാനമായിട്ടും അതിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളതോ അല്ലെങ്കിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഏരിയ നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ നോക്കുന്നു. ഓക്കെ, സോ നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ചോദ്യം റീസെന്റ് ആയിട്ട് നടന്ന എക്സാമിൽ ചോദിച്ചൊരു ചോദ്യം തന്നെയാണ് നമ്മളുടെ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട്. അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. സീവർ പൈപ്പ് മേ ഹാവ് ടു ബി ലെയ്ഡ് അണ്ടർ ദ കണ്ടീഷൻ ഓഫ്. സാധാരണഗതിയിൽ സീവർ പൈപ്പ് അല്ലെ, സീവർ പൈപ്പുകൾ ഉണ്ടാവും. അപ്പൊ സീവർ പൈപ്പുകൾ സാധാരണഗതിയിൽ എങ്ങനെയാണ് ലേ ചെയ്യുന്നത്? ഓപ്ഷൻ എ കൊടുത്തിരിക്കുന്ന ട്രെഞ്ച്, ഓപ്ഷൻ ബി കുഷൻ, ഓപ്ഷൻ സി ലെങ്ത്, ഓപ്ഷൻ ഡി ത്രെഡിങ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ അത് ഇതുമായി ബന്ധപ്പെട്ട് 1-2 ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അതെല്ലാം വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം തന്നെയാണ്, യാതൊരു സംശയമില്ല. സീവർ പൈപ്പുകളെല്ലാം തന്നെ നോർമലി നമ്മൾ സാധാരണഗതിയിൽ സേഫായിട്ട് ട്രെഞ്ചസ് എടുത്ത് അതിനുള്ളിലാണ് നമ്മൾ സീവർ പൈപ്പുകൾ ലേ ചെയ്യാറ്. ഓക്കെ, അപ്പൊ കാസ്റ്റ് അയണിന്റെ ഒക്കെ സീവർ പൈപ്പുകളുണ്ട്, അല്ലെങ്കിൽ വലിയ കോൺക്രീറ്റ് അല്ലെങ്കിൽ പൈപ്പുകൾ അവൈലബിൾ ആണ്. അപ്പൊ ഇത്തരത്തിൽ ഉള്ള വലിയ വലിയ പൈപ്പുകൾ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവുക സാധാരണഗതിയിൽ ട്രെഞ്ച് എടുത്താണെന്നുള്ളത് മനസ്സിലാക്കിയിരിക്കാം. സോ സീവർ പൈപ്സ് ആർ ലേഡ് ഇൻസൈഡ് എ ട്രെഞ്ച്. അപ്പൊ സാധാരണഗതിയിൽ ട്രെഞ്ച് എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് കൃത്യമായിട്ടുള്ള പ്രോപ്പർ അലൈൻമെന്റ്, ഡെപ്ത് ഒക്കെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. പൈപ്പ് മറ്റുള്ള എക്സ്റ്റേണൽ ഫോഴ്സിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. കറക്റ്റ് ആയിട്ടുള്ള ഒരു ഗ്രേഡിയന്റ് നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്, അല്ലെ? അപ്പൊ ഗ്രേഡിയന്റ് അനുസരിച്ചായിരിക്കും അതിന്റെ ആ ഒരു സെൽഫ് ക്ലിൻസിങ് വെലോസിറ്റി ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവുക. അപ്പൊ അവിടെ ഇത്തരത്തിൽ ട്രെഞ്ച് എടുത്താണ് നമ്മൾ ഇത്തരത്തിലുള്ള സീവർ പൈപ്പുകൾ, ഡ്രെയിനേജ് പൈപ്പുകൾ എല്ലാം തന്നെ കടത്തിവിടുന്നുണ്ടാവുക എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, വളരെ സിമ്പിൾ ചോദ്യം. മറ്റു ചോദ്യത്തിലേക്ക് വരാം. അതേ എക്സാമിന് ചോദിച്ച മറ്റു ചോദ്യം. ഇൻ എ സിംഗിൾ സ്റ്റാക്ക് വേസ്റ്റ് സിസ്റ്റം, അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പൈപ്പ് ലൈൻ മെത്തേഡുകളാണ്. ഇത്തരത്തിൽ വേസ്റ്റ് ലൈൻ സിസ്റ്റവുമായി ബന്ധപ്പെട്ട് സിംഗിൾ സ്റ്റാക്ക് സിസ്റ്റം ഉണ്ട്. സിംഗിൾ സ്റ്റാക്ക് സിസ്റ്റത്തിൽ ഓപ്ഷൻ എ പറഞ്ഞിരിക്കുന്നത് സോയിൽ വേസ്റ്റ്, അല്ലെ? സോയിൽ വേസ്റ്റ് പ്രധാനമായിട്ടും 2 തരത്തിലുള്ള വേസ്റ്റുകളാണുള്ളത്. ഇത്തരത്തിൽ സോയിൽ വേസ്റ്റും ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ നമ്മൾ അല്ലാതെ അബ്ലൂഷൻ വേസ്റ്റുകളും നമുക്ക് വേസ്റ്റ് ഉണ്ട്, അല്ലെ? പ്രത്യേകിച്ച് അപ്പൊ സോയിൽ വേസ്റ്റുകൾ ഡിസ്ചാർജ് ചെയ്യുന്നത് സെപ്പറേറ്റ് ടു വേസ്റ്റ് വാട്ടർ. ഇത്തരത്തിൽ വേസ്റ്റ് വാട്ടറും സോയിൽ വേസ്റ്റും 2 ആയിട്ടാണെന്നാണ് പറയുന്നത്. ഓപ്ഷൻ ബി പറയുന്നത് ഓൾ വേസ്റ്റ്, അത് എല്ലാ തരത്തിലുള്ള വേസ്റ്റ് ആയിക്കോട്ടെ, ഓൾ വേസ്റ്റ് ഈസ് ഡിസ്ചാർജ് ഇൻ ടു എ സിംഗിൾ വേസ്റ്റ് പൈപ്പ് ഉണ്ടാവുള്ളൂ. ഓപ്ഷൻ സി പറയുന്നത് ഓൺലി വേസ്റ്റ് വാട്ടർ ഈസ് ഡിസ്ചാർജ്ഡ്. ഓപ്ഷൻ ഡി പറയുന്നത് ഓൺലി സോയിൽ വേസ്റ്റ് ഈസ് ഡിസ്ചാർജ്ഡ്. യെസ്, അപ്പൊ ഈ സിംഗിൾ സ്റ്റാക്ക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ്. യെസ്, അപ്പൊ അവിടെ ഇതിന്റെ പ്രത്യേകത നമുക്കറിയാം. ഈ തരത്തിലുള്ള ഏതൊരു വേസ്റ്റ് ആയിക്കോട്ടെ അതെല്ലാം ഒരു സിംഗിൾ പൈപ്പിലൂടെ ആയിരിക്കും ഡിസ്ചാർജ് ചെയ്യുന്നുണ്ടാവുക. ഓപ്ഷൻ ബി ആണ് നമ്മളുടെ ഉത്തരമായിട്ട് വരിക, സിംഗിൾ സ്റ്റാക്ക് പൈപ്പുമായി ബന്ധപ്പെട്ട്. ഓക്കെ, ദിസ് ഈസ് എ സിംഗിൾ സ്റ്റാക്ക് സിസ്റ്റം. ഒരു സിംഗിൾ പൈപ്പേ ഉണ്ടാവുള്ളൂ, അതാണ് വേസ്റ്റ് വാട്ടർ പൈപ്പ് പറഞ്ഞേ ഉണ്ടാവുള്ളൂ. അപ്പം വളരെ എളുപ്പമുള്ള
അല്ലെ? ഇത്തരത്തിൽ വളരെ സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ഒരു പ്ലംബിംഗ് സിസ്റ്റമാണ് ഇത്തരത്തിൽ സിംഗിൾ സ്റ്റാക്ക് എന്ന് പറയുന്നത്. സിംഗിൾ സ്റ്റാക്ക് എന്ന് സ്റ്റാക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് വെർട്ടിക്കൽ ആയിട്ടുള്ള പൈപ്പിനെയാണ് നമ്മൾ സ്റ്റാക്ക് എന്ന് പറയുക. ഇങ്ങനെ വെർട്ടിക്കൽ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന പൈപ്പിനെ നമ്മൾ സ്റ്റാക്ക് എന്ന് പറയുന്നുണ്ട്. സിംഗിൾ സ്റ്റാക്ക്. ഓക്കെ, സോ മോസ്റ്റ് സിംപ്ലിഫൈഡ് ഫോം ഓഫ് പ്ലംബിംഗ് സിസ്റ്റം ആണ്. അവിടെ ഒരു പൈപ്പ് ഉണ്ടാവുള്ളൂ, സിംഗിൾ പൈപ്പാണ്. ഈ പൈപ്പാണ് എല്ലാ തരത്തിലുള്ള വേസ്റ്റ് വാട്ടറിനെയും ക്യാരി ചെയ്യുന്നുണ്ടാവുക. പ്രത്യേകിച്ച് ഒരു വെന്റ് പൈപ്പ് ഒന്നും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കത്തില്ല, അല്ലെ? പ്രത്യേകിച്ച് വെന്റ് പൈപ്പോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല എന്നുള്ളത് കൂടി മനസ്സിലാക്കിയിരിക്കുക. ആ സമയങ്ങളിലൊക്കെ ഇത്തരത്തിൽ എന്ത് ബുദ്ധിമുട്ട് വരും? നമുക്ക് ആ ഒരു വാട്ടർ സീലൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ടായിട്ട് വരും, വെന്റ് പൈപ്പ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ, അല്ലെ? സോ അതാണ് ഇതിന്റെ ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത്. വെന്റ് പൈപ്പ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ വാട്ടർ സീൽ ബ്രേക്കേജ് ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെ പ്രിഫറബിൾ അല്ലാത്തൊരു സംഗതിയാണിത്. അപ്പോൾ അത് വളരെ സിമ്പിൾ ആയതുകൊണ്ടാണ് അങ്ങനെ ഒരു സിസ്റ്റം ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്നു. സിംഗിൾ സ്റ്റാക്ക് സിസ്റ്റം ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. ഒറ്റ പൈപ്പേ ഉള്ളൂ, അതിലൂടെയാണ് എല്ലാ വേസ്റ്റും പോകുന്നത്. ഓക്കെ, അതാണ് നമുക്ക് പരീക്ഷയ്ക്ക് വേണ്ടത്. ഓക്കെ, ഇല്ലല്ലോ, അങ്ങനെ പ്രത്യേകിച്ചില്ല. സാധാരണ ഈ പറയുന്ന സിസ്റ്റമാണ്. അതിനകത്ത് ഇപ്പൊ യൂറോപ്പിനാരും ഏതായാലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ ഓക്കെ, പാർഷ്യലി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ സാധാരണഗതിയില്ല. അപ്പം അത് ഓരോ സിസ്റ്റത്തിനനുസരിച്ചിരിക്കും. അതിപ്പം ഈ ഒരു ടൈപ്പ് സിസ്റ്റമാണിത്. അതിനകത്ത് എത്ര പൈപ്പുകൾ ഉണ്ടെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അത് നമുക്ക് എവിടെ വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും, പക്ഷെ അതിന്റെ പോരായ്മകൾ അവിടെ ഉണ്ടാകും എന്നുള്ളതാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇന്നതിന് പ്രത്യേകിച്ചൊന്നുമില്ല. കോമൺ ആയിട്ടൊരു സിസ്റ്റമാണ്. അത് നമുക്ക് നമ്മൾ പൈപ്പ് ലേ ചെയ്യുന്നു, അല്ലെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നു. അതിനുശേഷമാണ് ഫിക്സ്റ്റേഴ്സ് ഒക്കെ നമ്മൾ ഫിക്സ് ചെയ്യുന്നുണ്ടാവും. അല്ലാതെ ഇന്ന ഫിക്സ്റ്റേഴ്സ് ഇന്ന സിസ്റ്റം ഒന്നുമില്ല. ഓക്കെ അല്ലേ? യെസ്. മറ്റൊരു ചോദ്യം, ഹൗ മെനി പൈപ്പ് യൂസിങ് ടു പൈപ്പ് സിസ്റ്റം? ടു പൈപ്പ് സിസ്റ്റത്തിൽ എത്ര പൈപ്പുകൾ യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെ? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സിംഗിൾ സ്റ്റാക്ക് പോലെ മറ്റൊരു ടൈപ്പാണ് ടു പൈപ്പ്. ടു പൈപ്പ് സിസ്റ്റത്തിൽ ടു പൈപ്പ് സിസ്റ്റം എത്ര പൈപ്പുകൾ ഉണ്ടെന്നുള്ളതാണ്. ഇതൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, വളരെ സിമ്പിൾ ചോദ്യങ്ങളാണ്. അപ്പോൾ ഈ സിസ്റ്റവുമായി ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻസ് വരും. ഹൗ മെനി പൈപ്പ് യൂസിങ് ടു പൈപ്പ് സിസ്റ്റം? ഓപ്ഷൻ എ 1, ഓപ്ഷൻ ബി 2, ഓപ്ഷൻ സി 3, ഓപ്ഷൻ ഡി 4. അല്ലെ? ഇത്തരത്തിൽ ടു പൈപ്പ് സിസ്റ്റം എന്ന് പറയുമ്പോൾ അവിടെ നാല് പൈപ്പുകൾ ഉണ്ടാകും. 4 പൈപ്പുകൾ ഉണ്ടാകും, സംശയമൊന്നും ഇല്ലാത്തതാണ്. ഓക്കെ, 4 പൈപ്പുകളാണെന്നുള്ളത് അറിയാം. ടു പൈപ്പ് സിസ്റ്റം ആകുമ്പോൾ 4 പൈപ്പുകൾ ഉണ്ടാകും. അപ്പൊ 4 പൈപ്പുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നേരത്തെ പറഞ്ഞതുപോലെ ഇത്തരത്തിൽ വേസ്റ്റ് ക്യാരി ചെയ്യാനുള്ള രണ്ടും സെപ്പറേറ്റ് ആയിട്ട് രണ്ട് പൈപ്പായിട്ട് അവൈലബിൾ ആയിരിക്കും. 2 pipes carries the waste, like one carries wash basin and the second one is soil. Okay, ഇത്തരത്തിൽ രണ്ടായിട്ട് വേസ്റ്റും സോയിൽ വേസ്റ്റും രണ്ടും ഡിഫറെന്റ് ആയിട്ടുള്ള പൈപ്പുകളിലൂടെ കടത്തി പോകും. അതിന് സപ്പോർട്ടായിട്ട് ഇത്തരത്തിൽ വെന്റിലേഷൻ പർപ്പസിനായിട്ട് പ്രത്യേകം 2 പൈപ്പുകളൂടെ അഡീഷണൽ ആയിട്ട് ഉണ്ടാകും. അപ്പൊ 2 വെന്റിലേഷൻ പൈപ്പുകളും 2 വേസ്റ്റ് പൈപ്പുകളുമാണ് ഉണ്ടാവുക. അപ്പൊ ഇതാണ് കൂടുതലും മോഡേൺ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഒക്കെ, അതായത് മോഡേൺ ബിൽഡിങ്സ് അല്ലെങ്കിൽ മൾട്ടി സ്റ്റോറീഡ് ബിൽഡിങ്സിലൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ടാവുക. അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള 2 പൈപ്പ് സിസ്റ്റമാണ്. ഓക്കെ, മറ്റ് 1 പൈപ്പ് അല്ലെങ്കിൽ 1 സ്റ്റാക്ക് സിസ്റ്റത്തിന്റെ അത്രയും സിംപ്ലിഫൈഡ് അല്ല. ഇവിടെ കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ഇൻ ദ സെൻസ് അവിടെ 4 പൈപ്പുകളൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ 2 വെന്റിലേഷൻ പർപ്പസിനും 2 വേസ്റ്റ് വാട്ടർ അല്ലെങ്കിൽ വേസ്റ്റ് ക്യാരി ചെയ്യുന്നതിനുമാണെന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. മൊത്തത്തിൽ 4 പൈപ്പുകളാണ് ആ ഒരു സിസ്റ്റത്തിൽ ഉണ്ടാവുക. ഓക്കെ, അപ്പൊ അതാണ് മോഡേൺ മൾട്ടി സ്റ്റോറീഡ് ബിൽഡിങ്ങുകളിലൊക്കെ യൂസ് ചെയ്യുന്ന ഏതാണ് എന്ന ചോദ്യം വന്നു കഴിഞ്ഞാൽ 2 പൈപ്പ് സിസ്റ്റം എന്നുള്ളത് ഓർത്തിരിക്കാം. യെസ്, അതാണ് നമ്മളുടെ ചോദ്യം മനസ്സിലാക്കേണ്ടത്. അതുമായി ബന്ധപ്പെട്ട് മറ്റൊരു ചോദ്യത്തിലേക്ക് പോകാം. ഡ്രെയിനേജ് സിസ്റ്റം ടെസ്റ്റിംഗ് ഓഫ് സ്ട്രെയിറ്റ്നെസ് ഓഫ് പൈപ്പ്. ഡ്രെയിനേജ് സിസ്റ്റത്തിനകത്ത് നമ്മളുടെ പൈപ്പിന്റെ ഒക്കെ ഡ്രെയിനേജ് സീവർ പൈപ്പിന്റെ ഒക്കെ സ്ട്രെയിറ്റ്നെസ് ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? ടെസ്റ്റിങ്ങുമായി ബന്ധപ്പെട്ടാണ്. ഡ്രെയിനേജ് സിസ്റ്റത്തില് നമ്മൾ ഈ ലൈനിൽ പൈപ്പ് ഇടുമല്ലോ, പൈപ്പിന്റെ ഒക്കെ അലൈൻമെന്റ് കൃത്യമാണോ, സ്ട്രെയിറ്റ്നെസ് കൃത്യമാണോ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടെസ്റ്റ് ഏതാണ്? യെസ്, അപ്പോൾ ഇവിടെ ഓപ്ഷൻ എ കൊടുത്തിരിക്കുന്നത് ബോൾ ടെസ്റ്റ്, ഓപ്ഷൻ ബി മിറർ ടെസ്റ്റ്, ഓപ്ഷൻ സി സ്മോക്ക് ടെസ്റ്റ്, ഓപ്ഷൻ ഡി വാട്ടർ ടെസ്റ്റ്. ഇവിടെ ഉത്തരം നമുക്കറിയാം എന്താണ്, മിറർ ടെസ്റ്റ് ആണ് നമ്മൾ സാധാരണഗതിയിൽ യൂസ് ചെയ്യുന്നത്. മിറർ ടെസ്റ്റ്. അപ്പോൾ ഡ്രെയിനേജ് സിസ്റ്റം എന്നുള്ള പൈപ്പ് പൊതുവെ നമ്മൾ ലേ ചെയ്യുന്ന സമയത്ത് അവിടെയൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള അലൈൻമെന്റ് വ്യത്യാസമോ സ്ട്രെയിറ്റ്നെസ്സോ അല്ലെങ്കിൽ ഡിഫറൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മിറർ ടെസ്റ്റ് ആണ് യൂസ് ചെയ്യുന്നുണ്ടാവുക. മിറർ ടെസ്റ്റ്. അപ്പൊ മിറർ ടെസ്റ്റ് ചിത്രത്തിൽ കൊടുത്തിട്ടുണ്ട്, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നത് സ്നിപ്പ് ചെയ്തിട്ടേ ഉള്ളൂ. ഇവിടെ മിറർ ടെസ്റ്റ് എന്തിനു വേണ്ടിയിട്ടാണ്? അപ്ലൈ ടു ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അലൈൻമെന്റ് ആൻഡ്
കണ്ടീഷൻ ഓഫ് ദ ഇൻസൈഡ് ഓഫ് ദ പൈപ്പ്. ആ ഒരു പൈപ്പിനുള്ളിൽ ഏതെങ്കിലും തരത്തിലുള്ള അടവുകളോ ബ്ലോക്കേജോ അല്ലെങ്കിൽ അലൈൻമെന്റിനകത്തുള്ള എന്തെങ്കിലും വ്യത്യാസമോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കുന്നതിനായിട്ട് അല്ലെ, ഇത്തരത്തിൽ 2 മിററുകളാണ് യൂസ് ചെയ്യുന്നത്. എത്ര മിററുകളാണ് മിറർ ടെസ്റ്റിൽ യൂസ് ചെയ്യുന്നത് എന്ന ചോദ്യം വന്നു കഴിഞ്ഞാൽ 2 മിററുകളാണ് വെക്കുന്നുണ്ടാവും. സോ ഇവിടെ ഒരു മിറർ വെക്കും, അതുപോലെ തന്നെ ഇവിടെ ഒരു മിറർ. സോ അതിലൂടെ നോക്കുന്ന സമയത്ത് കൃത്യമായിട്ട് നമുക്ക് റിഫ്ലക്ട് ചെയ്ത് കിട്ടുന്നുണ്ടെങ്കിൽ ഓക്കെ, അവിടെ യാതൊരുവിധ ബ്ലോക്കിങ്ങും ഇല്ല അല്ലെ. അപ്പോൾ അത് നമുക്ക് അവിടെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതല്ല നമുക്ക് പ്രോപ്പറായിട്ട് കാണാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ അലൈൻമെന്റിനകത്ത് എന്തോ വ്യത്യാസമുണ്ട്, അല്ലെങ്കിൽ ഇൻ ബിറ്റ്വീൻ അവിടെ ഒരു ബ്ലോക്കേജ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. സോ ദേ ആർ പ്ലേസ്ഡ് ഇൻ പൊസിഷൻ ത്രൂ അക്രോസ് പോയിന്റ്സ് ആൻഡ് ബൈ ലുക്കിംഗ് അറ്റ് വൺ ഓഫ് ദ മിറർ ദ കണ്ടീഷൻ ഓഫ് ദ ബോർ of the pipe can be seen as a light is reflected along the pipe. ഇതിൽ ലൈറ്റ് റിഫ്ലക്ട് ചെയ്ത് വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ആ ബോർ കൃത്യമായിട്ട് പൈപ്പിന്റെ ഉള്ളിലുള്ള ആ ഒരു ബോർ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതാണ് മിറർ ടെസ്റ്റുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കുന്ന 2 കാര്യങ്ങൾ ഇവിടെ. ഒന്ന്, അലൈൻമെന്റ് കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. 2, അവിടെ 2 മിററുകൾ യൂസ് ചെയ്യുന്നു. ഓക്കെ, ഫൈൻ. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. മറ്റു ചോദ്യവും അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ്, ടെസ്റ്റുമായി ബന്ധപ്പെട്ടാണ്. ദാറ്റ് ഈസ് ദ സിറ്റുവേഷൻ വെയർ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു യൂസ് മിറർ ടെസ്റ്റ്. നമ്മൾ തൊട്ടു മുന്നേ കണ്ട മിറർ ടെസ്റ്റ് യൂസ് ചെയ്യാൻ കഴിയാത്ത സാഹചര്യം. സച്ച് എസ് എ ബെൻഡ് ഇൻ ദ പൈപ്പ്. ഒരു ബെൻഡ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഏത് ടെസ്റ്റ് ആണ് യൂസ് ചെയ്യാം? സിറ്റുവേഷൻ വെയർ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു യൂസ് മിറർ ടെസ്റ്റ് സച്ച് എസ് ബെൻഡ് ഇൻ ദ പൈപ്പ്. അപ്പൊ ബെൻഡൊക്കെയുള്ള സാഹചര്യം, ഓക്കെ, ബെൻഡൊക്കെയുള്ള സാഹചര്യത്തിൽ നമ്മൾ ഏത് ടെസ്റ്റ് ആണ് ചെയ്യുന്നുണ്ടാവുക? ഓക്കെ, അപ്പൊ ഇത്തരത്തിൽ പൈപ്പിന്റെ അലൈൻമെന്റും അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഫ്ലോ ബ്ലോക്കേജ് എന്തെങ്കിലും ഉണ്ടോ അതും കൃത്യമായിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടി നമ്മൾ ഏത് ടെസ്റ്റ് ആണ് മിറർ ടെസ്റ്റ് ചെയ്യാൻ കഴിയാത്ത സാഹചര്യത്തിൽ ചെയ്യുന്നത്? യെസ്, അത് ഓപ്ഷൻ യെസ്, റൈറ്റ് ആൻസർ ഓപ്ഷൻ എ തന്നെയാണ്, ബോൾ ടെസ്റ്റ്. ബോൾ ടെസ്റ്റ്. ഓക്കെ, അപ്പൊ ബോൾ ടെസ്റ്റ് നമ്മൾ സാധാരണ മനസ്സിലാക്കേണ്ട ഒരു ടെസ്റ്റ് തന്നെയാണ്. അപ്പൊ മറ്റു ടെസ്റ്റുകൾ ഇത്തരത്തിൽ സ്മോക്ക് ടെസ്റ്റ്, വാട്ടർ ടെസ്റ്റ് ഒക്കെ ഉള്ളതാണ്. ടെസ്റ്റുകൾ പലതരത്തിലുള്ള ടെസ്റ്റുകൾ ഉണ്ടെന്നുള്ളത് നമുക്കറിയാം. ഓക്കെ, അപ്പൊ ബോൾ ടെസ്റ്റുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്, നമ്മളുടെ പൈപ്പിനുള്ളിലൂടെ ഒരു ചെറിയ ബോൾ, ആ ബോളിന് ഒരു പ്രത്യേകതയുണ്ട്. ബ്രാസിന്റെ ബ്രാസ് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു ബോളാണ്. ആ ബോളിന്റെ മറ്റൊരു പ്രത്യേകത അതിന്റെ ഡയമീറ്റർ ആണ്. ഡയമീറ്റർ എന്ന് പറയുന്നത് നമ്മളുടെ പൈപ്പിന്റെ ഇൻസൈഡ് ഡയമീറ്ററിനെ സംബന്ധിച്ചിടത്തോളം അതിൽ നിന്നും 13 mm കുറവായിട്ടുള്ള പൈപ്പിന്റെ ഇൻസൈഡ് ഡയമീറ്റർ അല്ലെങ്കിൽ ഇൻസൈഡ് ബോറിനെ കമ്പയർ ചെയ്യുമ്പോൾ ആ ഒരു ബ്രാസ് ബോൾ എല്ലായ്പ്പോഴും ഒരു 13 mm ചെറുതായിരിക്കണം. സോ സിറ്റുവേഷൻ വെർ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു യൂസ് എ മിറർ ടെസ്റ്റ് സച്ച് എസ് ബെൻഡ് ഇൻ ദ പൈപ്പ്, അല്ലെ പൈപ്പിൽ ഏതെങ്കിലും തരത്തിലുള്ള ബെൻഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മിറർ ടെസ്റ്റ് ഉപയോഗിക്കാൻ കഴിയില്ല. ആ സാഹചര്യത്തിൽ നമ്മൾ എന്ത് ടെസ്റ്റ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്? ബോൾ ടെസ്റ്റ് നടത്തേണ്ടതായിട്ടുണ്ട്. അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ബോൾ ഒരു ബ്രാസ് ബോളാണ്. ബ്രാസ് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന 13 mm സ്മോളർ ദാൻ ദ ഇൻസൈഡ് ഓഫ് പൈപ്പ് ഈസ് ഇൻസേർട്ടഡ് ഇൻ ദ ടോപ്പ് എൻഡ്. അതായത് ടോപ്പ് എൻഡിൽ നിന്ന് നമ്മൾ ആ ഒരു ബോൾ താഴേക്ക് ഇടുകയാണ്, അല്ലെങ്കിൽ അതിനകത്തേക്ക് കയറ്റുന്നു എല്ലായ്പ്പോഴും. അപ്പോൾ അതിന്റെ 13 mm ചെറുതായിരിക്കണം എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്, എടുത്ത് പറയുന്നത് അല്ലെ. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ ആ ഒരു പൈപ്പിനുള്ളിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒബ്സ്ട്രക്ഷൻസ് ഓക്കെ അല്ല അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് അവിടെ ബോൾ പാസ് ചെയ്ത് വരത്തില്ല എന്നുള്ളത് അറിയാം. ഓക്കെ, അങ്ങനെ നമുക്ക് അത് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും. സോ ഇതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത് ബോൾ ടെസ്റ്റുമായി ബന്ധപ്പെട്ട്. ഓക്കെ, മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇതാണ്, വിച്ച് drains is mostly used for small drain due to easiness in the. താഴെ തന്നിരിക്കുന്നതിനകത്ത് ഏതാണ് വളരെ ഈസി ആയിട്ട് നമുക്ക് ലേ ചെയ്യാൻ സാധിക്കുന്ന ഒരു ക്രോസ് സെക്ഷൻ ഏതാണ്? പൊതുവെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്, സ്മോൾ ഡ്രെയിൻ വളരെ ചെറിയ ഡ്രെയിനുകളാണെന്നുണ്ടെങ്കിൽ താഴെ തന്നിരിക്കുന്ന ഓപ്ഷൻ എ സെമി സർക്കുലർ, ഓപ്ഷൻ ബി യു സെക്ഷൻ, ഓപ്ഷൻ സി ബി സെക്ഷൻ, ഓപ്ഷൻ ഡി റെക്ടാങ്കുലർ സെക്ഷൻ. ഓക്കെ, അപ്പൊ ഇത്തരത്തിൽ ഡ്രെയിനിന്റെ സെക്ഷൻ നമ്മൾ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം?
അതോരോ കണ്ടീഷൻ അനുസരിച്ച് ഓരോന്നും നമ്മൾ സെലക്ട് ചെയ്യാറുണ്ട്. അപ്പൊ നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂല് വളരെ ചെറിയ ഡ്രെയിൻ ആണ്, അവിടെ ഏതാണ് യൂസ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് സെമി സർക്കുലാർ. സംശയമൊന്നുമില്ലല്ലോ, സെമി സർക്കുലാർ സെക്ഷൻ ആണ്. അപ്പൊ സെമി സർക്കുലാർ സെക്ഷനിലും യു സെക്ഷനിലും വി സെക്ഷനിലും റെക്ടാങ്കുലർ സെക്ഷനിലും ഒക്കെ നമ്മൾ ഈ പറയുന്ന ഡ്രെയിനിന്റെ സെക്ഷൻസ് മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. അപ്പോൾ ഈ സെമി സർക്കുലാർ സെക്ഷനിൽ ഈ ചിത്രത്തിൽ കാണുന്ന പോലെ നമ്മൾ എന്താണ്, ഒരു സ്റ്റോൺ വെയർ പൈപ്പിന്റെ പകുതി, ഒരു സ്റ്റോൺ വെയർ പൈപ്പിന്റെ പകുതി അല്ലെ കട്ട് ചെയ്തെടുത്തായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. ദാറ്റ് ഈസ് ഹാഫ് റൗണ്ട് ഗ്ലേസ്ഡ് സ്റ്റോൺ വെയർ പൈപ്പ് അല്ലെ, ഒരു ഗ്ലേസിങ്ങോട് കൂടിയിട്ടുള്ള അല്ലെ, സർഫസ് ഒക്കെ വളരെ സ്മൂത്ത് ആയിരിക്കും. സോ ഗ്ലേസ്ഡ് ആയിട്ടുള്ള ഒരു ഹാഫ് റൗണ്ട് സെമി സർക്കുലാർ ഷേപ്പിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു സ്റ്റോൺ വെയർ പൈപ്പ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക, സ്റ്റോൺ വെയർ പൈപ്പ്. അപ്പൊ നമുക്കറിയാം സ്റ്റോൺ വെയർ പൈപ്പ് പൊതുവേ നമ്മൾ ലേ ചെയ്യുന്ന സമയത്ത് സിമെന്റ് കോൺക്രീറ്റ് അല്ലെങ്കിൽ ലൈൻ കോൺക്രീറ്റ് ഒക്കെ വെച്ചായിരിക്കും നമ്മൾ ആ ഒരു ബെഡ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവുക അല്ലെ. ഇവിടെ നമ്മൾ എന്താണ് ഇത്തരത്തിൽ കോൺക്രീറ്റ് കൊണ്ടുള്ള ഒരു ബെഡ് അല്ലെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതിനുള്ളിലേക്ക് സ്റ്റോൺ വെയർ പൈപ്പ് ഇറക്കി വെച്ച് കൃത്യമായിട്ട് ആ ഒരു ഡ്രെയിൻ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നു. അപ്പൊ പൊതുവെ സ്മോൾ ടൈപ്പ് ഓഫ് ഡ്രെയിൻസിനാണ് ഇത് യൂസ് ചെയ്യുന്നുണ്ടാവുക. ഹാഫ് റൗണ്ട് ഗ്ലേസ്ഡ് സ്റ്റോൺ വെയർ പൈപ്പ് ആയിരിക്കും നമ്മൾ അവിടെ ആ ഒരു ഡ്രെയിനിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അപ്പോ ഇത്തരത്തിൽ എന്താണ്, ഇത്തരത്തിൽ ആ ഒരു ചെറിയ ഡ്രെയിനുകൾക്ക് യൂസ് ചെയ്യുന്നു. അവിടെ യൂസ് ചെയ്യുന്ന പൈപ്പ് ഏതാണൊക്കെ ഉള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക കേട്ടോ. ഇതാണ് നമുക്ക് അവിടെ മനസ്സിലാക്കേണ്ടത്. മറ്റൊരു ടൈപ്പാണ് യു സെക്ഷൻ. യു സെക്ഷന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ട സെമി സർക്കിൾ പോലെ തന്നെയാണ്, എല്ലാം അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നു. പ്ലസ് നമ്മൾ എന്ത് ചെയ്യുക, സൈഡ് ഒരല്പം എന്താണ് ഹൈറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നു. സൈഡിൽ ഒരു 20 സെന്റിമീറ്ററിന്റെ ഹൈറ്റോട് കൂടിയിട്ട് അഡീഷണൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാകും, അവിടെ ഒരു വോളൂടെ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ സൈഡ് ഒന്ന് റൈസ് ചെയ്തിട്ട് ഒരു ചെറിയ വോൾ പോലെ റൈസ് ചെയ്ത് നിർത്തുന്നു. അപ്പൊ സിമിലർ ടു സെമി സർക്കുലാർ സെക്ഷൻ തന്നെയാണ്, പക്ഷെ കുറച്ചുകൂടെ നമുക്ക് കപ്പാസിറ്റി കൂട്ടാൻ സാധിക്കും. കുറച്ചുകൂടെ ഉള്ളിലൂടെ കടന്നു പോകുന്ന ഡ്രെയിനിന്റെ കപ്പാസിറ്റി കൂട്ടാൻ സാധിക്കും. സോ അതാണ് യു സെക്ഷൻ. അപ്പൊ സെമി സർക്കുലാർ സെക്ഷൻ, ഇഫ് ദ സൈഡ് ആർ റൈസ്ഡ് ഇറ്റ് ബിക്കംസ് യു സെക്ഷൻ. സെമി സർക്കുലാർ സെക്ഷന്റെ സൈഡ് ഏകദേശം 20 സെന്റിമീറ്റർ ഉയർത്തി നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ എന്ത് വിളിക്കാൻ പറ്റും, യു സെക്ഷൻ എന്ന് വിളിക്കാം. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ സച്ച് പ്ലേസസ് വെയർ ഡിസ്ചാർജ് ഈസ് മോർ അല്ലെ, അതായത് നേരത്തെ ചെറുതിനെക്കാട്ടിലും അല്ലെങ്കിൽ വളരെ സ്മോൾ ഡ്രെയിനെക്കാട്ടിലും കുറച്ചുകൂടി ഡിസ്ചാർജ് ഒക്കെ ഉള്ള അല്ലെ കപ്പാസിറ്റി മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങളിൽ യു സെക്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നു. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ സ്റ്റോൺ വെയർ പൈപ്പ് തന്നെയാണ് നമ്മൾ അടിയിൽ നമ്മൾ ഏറ്റവും താഴെയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവുക കേട്ടോ. മറ്റൊരു സെക്ഷനാണ് വി സെക്ഷൻ. അപ്പൊ വി സെക്ഷന്റെ പ്രത്യേകത ഈ ചിത്രത്തിൽ കാണുന്ന പോലെയുള്ള വി ഷേപ്പിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഇതാണ് സെക്ഷന്റെ ആ ഒരു ഷേപ്പ് എന്ന് പറയുന്നത് അല്ലെ. സോ അതാണ് വി സെക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ അത്തരത്തിൽ നമുക്ക് കൃത്യമായിട്ടുള്ളൊരു സെൽഫ് ക്ലീനിങ് വെലോസിറ്റി നമുക്ക് എല്ലായ്പ്പോഴും നമുക്ക് ഈ പറയുന്ന വളരെ ചെറിയ ഡിസ്ചാർജ് ആണെങ്കിൽ തന്നെ നമുക്ക് അവൈലബിൾ ആവും. So this section gives self-cleaning velocity even for very small discharge because greater depth is available in each cases. അതിൽ ഡെപ്ത് കൂടുതലായതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് ഒരു സെൽഫ് ക്ലീനിങ് വെലോസിറ്റി നമുക്ക് എല്ലായ്പ്പോഴും കിട്ടും. നമുക്ക് വളരെ ചെറിയ ഡിസ്ചാർജ് ആണെങ്കിൽ തന്നെയും കിട്ടും എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കാം. ഓക്കെ, അതാണ് വി സെക്ഷനുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതിന്റെ ആംഗിൾ കൂടി ഒന്ന് മനസ്സിലാക്കി വെച്ചോളൂ. 120, 140 ഡിഗ്രി ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഓർത്തിരുന്നാൽ മതി. മറ്റൊരു സെക്ഷനാണ് റെക്ടാങ്കുലർ സെക്ഷൻ. ഇത്തരത്തിൽ റെക്ടാങ്കുലർ ആയിട്ടുള്ള സെക്ഷൻ. അപ്പൊ ഇതങ്ങനെ അങ്ങനെ കോമൺ ആയിട്ട്, അതായത് ഈ പറയുന്ന രീതിയിൽ ക്ലീനിങ് ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഈ പറയുന്ന റെക്ടാങ്കുലർ സെക്ഷൻ ആയതുകൊണ്ട് തന്നെ ക്ലീനിങ്ങും അതുപോലെ തന്നെ ആ ഒരു സ്മൂത്ത് അല്ലാത്ത അല്ലെങ്കിൽ വളരെ കർവ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ 90 ഡിഗ്രി മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഡ്രെയിൻ ഒക്കെ കടന്നു പോകാനൊക്കെ ഉള്ള കുറച്ച് ബുദ്ധിമുട്ട് അവിടെ വരുന്നുണ്ടാവും. അപ്പൊ അതുകൊണ്ട് അങ്ങനെ കോമൺലി യൂസ്ഡ് ആയിട്ടുള്ളതല്ല ഈ പറഞ്ഞ റെക്ടാങ്കുലർ സെക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് സാധാരണഗതിയിൽ യൂസ് ചെയ്യുന്നുണ്ടാവുക ലാർജ് ഡിസ്ചാർജ്, ഫോർ വെരി ലാർജ് ഡിസ്ചാർജ്. ഓക്കെ, വെരി ലാർജ്, യൂസ്ഡ് ഓൺലി ഫോർ ലാർജ് ഡിസ്ചാർജസ് എന്നുള്ളത് കൂടി മനസ്സിലാക്കിയിരിക്കാം. അതുപോലെ തന്നെ ആ ഒരു സെൽഫ് ക്ലീനിങ് വെലോസിറ്റി കുറവായിരിക്കും, കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും
അതുപോലെ തന്നെ സസ്പെൻഡഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഇവിടെ സെറ്റിൽ ആവാനും ഒക്കെയുള്ള മെയിൻറ്റെയിൻസ് അല്ലെങ്കിൽ അവിടെ സെറ്റിൽ ആവാനുള്ള സാധ്യതയൊക്കെ വളരെ കൂടുതലാണ്. പിന്നെ ക്ലീൻ ചെയ്യാനൊക്കെ ഉള്ള ബുദ്ധിമുട്ട് വരുന്നുണ്ട്. യെസ്, പുറത്തിരുന്നാൽ മതി. ഓക്കെ, ഇത്രയാണ് അവിടെ ആ ഒരു സെക്ഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ക്വസ്റ്റ്യൻ വരികയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ചോദിക്കാനുള്ള സാധനങ്ങളേ ഉള്ളൂ. ഓക്കെ, ഒന്ന് മനസ്സിലാക്കി വെക്കാം. മറ്റു ചോദ്യം, വിച്ച് ഈസ് ദ ഫോളോയിങ് ഡസ് നോട്ട് പെർമിറ്റ് കോമ്പാക്ട് ഡിസൈൻ ഓഫ് സ്ട്രക്ചർ is laid above the ground, hence it is visible but not hygienic. ഓക്കെ, ഇത് ഏത് സീവർ സിസ്റ്റം ആണ് അല്ലെങ്കിൽ ഏത് ഡ്രെയിൻ സിസ്റ്റം ആണെന്നുള്ളതാണ്. ഡസ് നോട്ട് പെർമിറ്റ് എ കോമ്പാക്ട് ഡിസൈൻ സ്ട്രക്ചർ. ഒരു കോമ്പാക്ട് ആയിട്ടുള്ള ഒരു ഡിസൈൻ സ്ട്രക്ചറോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇല്ല. ഇത് ലെയ്ഡ് എബോവ് ദ ഗ്രൗണ്ട്, അല്ലെ, ഗ്രൗണ്ടിന് മുകളിലൂടെ ആയിരിക്കും ഇത് ലേ ചെയ്തിട്ടുണ്ടാവുക. അത് നമുക്ക് ആ ഒരു ഡ്രെയിനൊക്കെ കൃത്യമായിട്ട് വിസിബിൾ ആയിരിക്കും. അത്ര ഹൈജീനിക് അല്ല, അല്ലെ, നോൺ ഹൈജീനിക് ആണ്. അതുകൊണ്ട് തന്നെ പ്രിഫറബിളും അല്ല. ഹൈജീനിക് അല്ലാത്തതുകൊണ്ട് തന്നെ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ വരാൻ സാധ്യത കൂടുതലാണ്. സോ അതങ്ങനെ പ്രിഫറബിൾ അല്ല. പണ്ട് കാലങ്ങളിൽ മെയിൻറ്റെയിൻ ചെയ്തിരുന്ന ഒരു ടൈപ്പാണ്. ഓപ്ഷൻ എ വാട്ടർ ക്യാരേജ് സിസ്റ്റം, ഓപ്ഷൻ ബി കൺസർവൻസി, ഓപ്ഷൻ സി പ്ലംബിംഗ്, ഓപ്ഷൻ ഡി ഗ്രാവിറ്റി. സോ റൈറ്റ് ആൻസർ നമുക്കറിയാം കൺസർവൻസി സിസ്റ്റം ആണ്. കൺസർവൻസി സിസ്റ്റം ആണ് മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. കൺസർവൻസി സിസ്റ്റം എന്ന് പറയുമ്പോൾ അവിടെ ഓപ്പൺ ആയിട്ട് കിടക്കുന്നുണ്ടാവും. പിന്നീട് എന്താണ് സെപ്പറേറ്റ് ആയിട്ട് അത് എന്താണ് അവിടുന്ന് മാറ്റി കൊടുക്കുക ചെയ്യുക, അല്ലെ. സോ അതാണ് വളരെ ഓൾഡ് സിസ്റ്റം ആണ്. ലൈക്ക് വേരിയസ് ടൈപ്സ് ഓഫ് വേസ്റ്റസ് സച്ച് as night soil, garbage, etc. are collected separately in a vessel and disposed in pools or pits and then removed periodically at least once in 24 hours. അല്ലാതെ എന്താണ് ഓപ്പൺ ആയിട്ടുള്ള അവിടെ നിന്നും പിന്നീട് 24 മണിക്കൂറിനകത്ത് മാറ്റുന്ന ഒരു സിസ്റ്റമാണ് ഈ കൺസർവൻസി സിസ്റ്റം. ഹൈലി അൺഹൈജീനിക് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ്. ഓക്കെ, അതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഈ ട്രാൻസ്പോർട്ടേഷനും ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള സിസ്റ്റമാണ് ഈ കൺസർവൻസി സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, അത് പണ്ട് കാലങ്ങളിൽ യൂസ് ചെയ്തിരുന്നതാണ്, ഇപ്പോൾ അങ്ങനെ യൂസ് ചെയ്യുന്നില്ല എന്നുള്ളത് കൂടി മനസ്സിലാക്കിയിരിക്കും. ഓക്കെ, അൺഹൈജീനിക് ആയിട്ടുള്ള സിസ്റ്റം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൺസർവൻസി സിസ്റ്റം. ഓക്കെ, മറ്റൊരു ചോദ്യം, വിച്ച് ഈസ് ദ മെറ്റീരിയൽ on trenches of stoneware pipe are laid over it? Which is the material on trenches on stoneware pipe are laid over it? തൊട്ട് മുന്നേ കുറച്ച് മുന്നേ ഉള്ള ചോദ്യത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു സ്റ്റോൺവെയർ പൈപ്പുകൾ ലേ ചെയ്യുന്നത് എന്തിന്റെ മുകളിലായിരുന്നു? സ്റ്റോൺവെയർ പൈപ്പുകൾ ലേ ചെയ്യല്ലോ നമ്മൾ തൊട്ട് മുന്നേ ഡ്രെയിനേജുമായി ബന്ധപ്പെട്ട ക്രോസ് സെക്ഷൻ കണ്ടു. നമ്മൾ കണ്ടു, അല്ലെ. സ്റ്റോൺവെയർ പൈപ്പ് ലേ ചെയ്തത് കണ്ടു. അപ്പൊ അവിടെ നമ്മൾ ലെയ്ഡ് ഓവർ എന്തിന്റെ മുകളിലാണ് നമ്മൾ ലേ ചെയ്തത്? സാൻഡ് ആയിരുന്നോ അതോ കോൺക്രീറ്റ് ആയിരുന്നോ? നമ്മൾ കണ്ടല്ലോ, ചിത്രം കണ്ടല്ലോ. സ്റ്റോൺവെയർ പൈപ്പ് ഫിക്സ് ചെയ്യുന്നത്, ലേ ചെയ്യുന്നത് ഏത് മെറ്റീരിയലിന് മുകളിലാണ്? ഓപ്ഷൻ എ സിമെന്റ് ആണോ, ഓപ്ഷൻ ബി സാൻഡ് ആണോ? ചിത്രത്തിലൊക്കെ നമ്മൾ കണ്ടില്ലേ? യെസ്. അപ്പൊ അത് സിമെന്റ് അല്ലെങ്കിൽ ലൈം കോൺക്രീറ്റ്. സിമെന്റ് അല്ലെങ്കിൽ ലൈം കോൺക്രീറ്റിന്റെ മുകളിലാണ് ഇത്തരത്തിൽ സ്റ്റോൺവെയർ പൈപ്പുകൾ ഡ്രെയിനേജിൽ ലേ ചെയ്യുന്നുണ്ടാവുക. സോ വിച്ച് ഓഫ് ദ മെറ്റീരിയൽ ഓൺ ട്രെഞ്ചസ് ഓഫ് സ്റ്റോൺവെയർ പൈപ്പ് ആർ ലെയ്ഡ് ഓവർ ഇറ്റ്? ഓക്കെ ആണോ? ഓപ്ഷൻ ബി സാൻഡ് പറഞ്ഞത് ഓക്കെ ആണോ? നമ്മൾ തൊട്ടുപിന്നെ കണ്ടിരുന്നില്ലേ? അതായത് ഈ പറയുന്ന സ്റ്റോൺവെയർ പൈപ്പുകൾ, ഗ്ലേസ്ഡ് സ്റ്റോൺവെയർ പൈപ്പുകൾ നമ്മൾ എവിടെയാ ഫിക്സ് ചെയ്തിരിക്കുന്നത്? കോൺക്രീറ്റിലാണ് നമ്മൾ ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഫൈൻ, ഓർത്തിരുന്നാൽ മതി. മറ്റൊരു ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ മെക്കാനിക്കൽ പൈപ്പ് ജോയിന്റ്? താഴെ തന്നിരിക്കുന്നതിനകത്തുള്ള മെക്കാനിക്കൽ പൈപ്പ് ജോയിന്റ് ഏതാണ്? ഓക്കെ, നമ്മൾ പ്രധാനമായിട്ടും രണ്ട് ജോയിന്റ് മാത്രമേ നമ്മൾ മനസ്സിലാക്കുന്നുള്ളൂ നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലൂടെ. സോ ആ രണ്ടെണ്ണം എന്ന് പറയുന്നത് ഒന്ന് ഡ്രസ്സർ കപ്ലിങ്ങും രണ്ട് വിക്ടോളിക് ജോയിന്റും. രണ്ട് ജോയിന്റുകളെ നമ്മൾ പ്രധാനമായിട്ടും മെക്കാനിക്കൽ ജോയിന്റ് ആയിട്ട് പഠിക്കുന്നുള്ളൂ. ഏതൊക്കെയാണ്? ഡ്രസ്സർ കപ്ലിംഗ് ആൻഡ് വിക്ടോളിക് ജോയിന്റ്. ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക, ഡ്രസ്സർ കപ്ലിംഗ് ആൻഡ് വിക്ടോളിക് ജോയിന്റ്. ഓക്കെ, അപ്പൊ എന്താണ് ഈ ജോയിന്റുകൾ എന്ന് മനസ്സിലാക്കിയിരിക്കാം. മെക്കാനിക്കൽ ജോയിന്റുകൾ പ്രധാനമായിട്ടും രണ്ടെണ്ണമാണ്.
ടു ടൈപ്സ് ഓഫ് മെക്കാനിക്കൽ ജോയിന്റ്സ്, ഒന്ന് ഡ്രസ്സർ കപ്ലിങ്ങും രണ്ട് വിക്ടോളിക് ജോയിന്റ്. അപ്പൊ ഇത്തരത്തിൽ നമ്മുടെ കാസ്റ്റ് അയൺ, സ്റ്റീല്, റോട്ട് അയൺ പൈപ്പുകളിൽ ഇത്തരത്തിൽ സ്പ്ലെയിൻ അല്ലെങ്കിൽ സ്പിഗറ്റ് ടൈപ്പ് എൻഡ് വരുന്ന സമയത്ത് ഈ പറയുന്ന മെക്കാനിക്കൽ ജോയിന്റുകൾ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അതിലൊന്നാമതാണ് ഡ്രസ്സർ കപ്ലിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഡ്രസ്സർ കപ്ലിംഗിൽ പ്രധാനപ്പെട്ട കമ്പോണന്റുകൾ ഏതൊക്കെയാണ്, പാർട്ടുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മിഡിൽ റിംഗ് ഉണ്ടാവും, ഒരു മിഡിൽ റിംഗ്. സോ ദിസ് ഇസ് എ മിഡിൽ റിംഗ് ഉണ്ടാവും. അതുപോലെ തന്നെ രണ്ട് ഫോളോവർ റിങ്ങുകൾ ഉണ്ടാവും, രണ്ട് ഫോളോവർ റിംഗ്, ചിത്രത്തിൽ കാണുന്ന പോലെ രണ്ട് ഫോളോവർ റിങ്ങുകൾ ഉണ്ടാവും. അതിനിടയിലായിട്ട് രണ്ട് ഗ്യാസ്കേറ്റ്, രണ്ട് റബ്ബറിന്റെ റിങ്, റബ്ബർ ഗ്യാസ്കേറ്റ് ഉണ്ടാകും. പിന്നെ ഒരു നട്ട് ബോൾട്ട് ടൈറ്റ് ചെയ്യും. അപ്പൊ ഈ ചിത്രത്തിൽ ഒന്നുകൂടി മനസ്സിലാക്കാൻ പറ്റും, ഇതാണ് നമ്മുടെ ഉള്ളിലുള്ള റിങ് എന്ന് പറയുന്നത്. സോ ഇതാണ് നമ്മുടെ ഉള്ളിലുള്ള റിങ്, ഒരു റിങ്. ആ റിങ്ങിനും നമ്മളുടെ ഫോളോവർ, ഇതാണ് നമ്മുടെ ഫോളോവർ. ആ ഫോളോവറിനും റിങ്ങിനും ഇടയിൽ നമ്മളുടെ ടൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട്, വാട്ടർ പ്രൂഫ് ആക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മളുടെ എന്താണ് റബ്ബർ റിങ് ഉണ്ടാവും. അങ്ങനെ രണ്ട് റബ്ബർ റിങ്, രണ്ട് ഫോളോവർ, ഒരു മിഡിൽ റിങ്. ഓക്കെ, അതിങ്ങനെ കയറ്റി വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാം ടൈറ്റ് ചെയ്യും അല്ലെ, നെട്ട് ബോൾട്ടിട്ട് ടൈറ്റ് ചെയ്യും. അതുകൊണ്ടാണ് മെക്കാനിക്കൽ എന്നുള്ള പേര് വരുന്നത്, നെട്ട് ബോൾട്ടിട്ട് ടൈറ്റ് ചെയ്യും. നെട്ട് ബോൾട്ടിട്ട് ടൈറ്റ് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കുന്നു, ഇതൊന്ന് കംപ്രസ് ആവും അല്ലെ, അപ്പൊ സ്വാഭാവികമായിട്ടും റബ്ബർ റിംഗ് ഒക്കെ നന്നായിട്ട് ടൈറ്റ് ആവും. വാട്ടർ ലീക്ക് പ്രൂഫ് ആയിട്ടുള്ള ഒരു ജോയിന്റ് നമുക്ക് കിട്ടും. ഇതാണ് അതിന്റെ കോൺസെപ്റ്റ്. അപ്പോൾ ഡ്രസ്സർ കപ്ലിംഗിൽ പ്രധാനപ്പെട്ട പാർട്ടുകൾ ഏതൊക്കെയാണ്, എത്ര റബ്ബർ റിംഗ് ഉണ്ട്, എന്തൊക്കെയാണെന്നൊക്കെയുള്ള ഒരു ഐഡിയ നമുക്ക് വേണം. കാര്യം മെക്കാനിക്കൽ ജോയിന്റ്സിൽ നിന്നും ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഓക്കെ, സോ ഡ്രസ്സർ കപ്ലിംഗ്, അതുപോലെ തന്നെ വിക്ടോളിക് ജോയിന്റ്. ഡ്രസ്സർ കപ്ലിംഗിൽ പ്രധാനമായിട്ടും ഒരു മിഡിൽ റിംഗ് ഉണ്ടാവും, അതിന് നമ്മൾ സ്ലീവ് എന്ന് പറയും. അല്ലെങ്കിൽ രണ്ട് ഫോളോവർ റിംഗുകൾ ഉണ്ടാവും. ആ ഫോളോവർ റിംഗ്, മിഡിൽ റിംഗിന് അല്ലെങ്കിൽ നമ്മളുടെ സ്ലീവിനും ഇടയിലായിട്ട് രണ്ട് റബ്ബർ ഗ്യാസ്കേറ്റുകൾ ഉണ്ടാവും. ശേഷം അത് ടൈറ്റ് ചെയ്യാൻ വേണ്ടി നട്ട് ബോൾട്ട് ഉണ്ടാവും. ഇതാണ് ഒരു ടൈപ്പ് ഡ്രസ്സർ കപ്ലിംഗ് എന്ന് പറയുന്നത്, ഒന്ന് മനസ്സിലാക്കി വെക്കാം. നെക്സ്റ്റ് വരുന്നത് വിക്ടോളിക് ജോയിന്റ് ആണ്. വിക്ടോളിക് ജോയിന്റ് അഗെയിൻ അതൊരു മെക്കാനിക്കൽ ജോയിന്റ് തന്നെയാണ്. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചിത്രത്തിൽ കാണുന്ന പോലെയാണ് അല്ലെ, രണ്ട് ഹാഫ് ആണ് ഉണ്ടാവുക. സോ ഇത് നമ്മൾ ചേർത്ത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നെട്ട് ബോൾട്ടിട്ട് ടൈറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ പറഞ്ഞ പോലെ തന്നെ ഉള്ളിലൊരു റിംഗ് ഉണ്ടാവും, ദാറ്റ് ഈസ് ലീക്ക് പ്രൂഫ് റിംഗ് ഉണ്ടാവും. അതുപോലെ തന്നെ ടു ഹാഫ് അയൺ കപ്ലിംഗ് അല്ലെ, ഹാഫ് ആയിട്ടുള്ള രണ്ട് അയൺ കപ്ലിങ്ങുകൾ ഉണ്ടാകും. നമ്മൾ ആ ഒരു ജോയിന്റ് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തതിനു ശേഷം അല്ലെ, അലൈൻ ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ ഈ കപ്ലിംഗ് ടൈറ്റ് ചെയ്യുക അല്ലെ, നന്നായിട്ട് ടൈറ്റ് ചെയ്യും. സോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു റിംഗ് ഉണ്ടാവും, അത് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള റിംഗ് ആയിരിക്കും. നന്നായിട്ട് എന്താണ് ടൈറ്റ് ആയിട്ട് ജോയിൻ ആയിട്ട് നമുക്കൊരു വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള ഒരു ലീക്ക് കിട്ടും. സോ ഇതാണ് വിക്ടോളിക് ജോയിന്റ് എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. സോ ഈ രണ്ട് ജോയിന്റുകളാണ് പ്രധാനമായിട്ടും നമുക്ക് നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ മനസ്സിലാക്കേണ്ട മെക്കാനിക്കൽ ജോയിന്റുകൾ, ഡ്രസ്സർ കപ്ലിംഗും വിക്ടോളിക് കപ്ലിംഗും. ഓക്കെ, അതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ അത്രയേ ഉള്ളൂ. ഇനി മറ്റൊരു ചോദ്യം വന്നത്, ഫോർ ദ കൺവീനിയൻസ് ഓഫ് വർക്കിംഗ് ട്രെഞ്ച് വിഡ്ത്ത് ഷുഡ് ബി. നമ്മൾ വർക്ക് ചെയ്യുന്ന ട്രെഞ്ച് ഉണ്ടല്ലോ, ട്രെഞ്ചിന്റെ വിഡ്ത്ത് കൺവീനിയൻസ് അനുസരിച്ച് എത്രയാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഫോർ ദ കൺവീനിയൻസ് ഓഫ് വർക്കിംഗ് ട്രെഞ്ച് വിഡ്ത്ത് ഷുഡ് ബി, നമ്മളുടെ ട്രെഞ്ചിന്റെ വിഡ്ത്ത് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് എത്രയാണ്? ഓപ്ഷൻ സി തന്നെയാണ് നമ്മളുടെ ഉത്തരമായിട്ട് വരിക. ദാറ്റ് ഈസ് 300 mm ഓൺ എയ്തർ സൈഡ് ഓഫ് ദ പൈപ്പ് അല്ലെ. പൈപ്പിന്റെ രണ്ട് സൈഡിലും ഒരു അടി എന്ന് പറഞ്ഞാൽ ഒരു ഫീറ്റ് അല്ല, ഒരടി, അതായത് 30 സെന്റിമീറ്റർ അപ്പുറം നമ്മൾ എന്ത് ചെയ്യാം, മെയിൻറ്റെയിൻ ചെയ്യാം. എയ്തർ സൈഡ് ഓഫ് ദ പൈപ്പ് ഒരടി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. ആ രീതിയിലായിരിക്കണം നമ്മൾ എല്ലായ്പ്പോഴും നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് പൈപ്പിന്റെ ആ ഒരു എന്താണ് പൈപ്പിന്റെ രണ്ട് സൈഡിലായിട്ടും ഒരടി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. ഓർത്തിരുന്നാൽ മതി. മറ്റൊരു ചോദ്യം, which material is used for joining cast iron pipe? കാസ്റ്റ് അയൺ പൈപ്പ് ജോയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ ഏതാണ്? കാസ്റ്റ് അയൺ പൈപ്പ് അറിയാലോ, സോക്കറ്റ് ആൻഡ് സ്പിഗറ്റ് ജോയിന്റ്. സാധാരണഗതിയിൽ
കാസ്റ്റ് അയൺ പൈപ്പുകൾ ജോയിൻ ചെയ്യുന്ന ജോയിനിങ് മെത്തേഡ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ജോയിന്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സോക്കറ്റ് ആൻഡ് സ്പിഗട്ട് ജോയിന്റ്. സോക്കറ്റ് എന്ന് പറഞ്ഞ ഉള്ളിലേക്ക് കയറുന്നു, അല്ലെ, സോക്കറ്റ് ആൻഡ് സ്പിഗട്ട് എന്നുള്ളത് അറിയാമല്ലോ. അപ്പൊ ഇങ്ങനെ ആയിരിക്കും ആ ഒരു സോക്കറ്റ് ഇങ്ങനെ വരുന്നുണ്ടാവും, സ്പിഗട്ട് ഉണ്ടാവും, അല്ലെ, പ്ലെയിൻ എൻഡ് ഉണ്ടാവും. യെസ്. അപ്പൊ നമ്മൾ അവിടെ യൂസ് ചെയ്യുന്ന ഒരു മെറ്റീരിയൽ ഉണ്ട്, ജോയിനിങ് മെറ്റീരിയൽ. അവിടെ നമ്മൾ എന്താണ്, നമ്മുടെ മെറ്റീരിയൽ ഉരുക്കി നമ്മൾ ഉള്ളിലേക്ക് ഒഴിക്കുന്നുണ്ടാവും. പിന്നീട് തണുക്കുമ്പോൾ നമുക്ക് ജോയിന്റ് ആയിട്ട് കിട്ടും, അല്ലെ. സോ ആ ഉരുക്കുന്ന മെറ്റീരിയലാണ് നമ്മുടെ ലെഡ് എന്ന് പറയുന്നത്. തുടക്കത്തിൽ നമ്മൾ ഹെംപ് യാൺ അതിനുള്ളിലേക്ക് വെക്കാറുണ്ട്, ഹെംപ് യാൺ. അപ്പൊ ഇവിടെ ഓപ്ഷൻ ബി തന്നെയാണ് നമ്മൾ ഉത്തരമായിട്ട് വരിക, ലെഡ് ആൻഡ് ഹെംപ് യാൺ. അപ്പൊ ഇതാണ് നമ്മുടെ ചിത്രം, സോക്കറ്റ് ആൻഡ് സ്പിഗട്ട് ജോയിന്റുമായി ബന്ധപ്പെട്ട്. സോ ഇതാണ് നമ്മുടെ സോക്കറ്റ്, ഉള്ളിലേക്ക് വരുന്നു സ്പിഗട്ട്. യെസ്. അപ്പൊ നമ്മൾ ആദ്യമായിട്ട് ഈ പറഞ്ഞ ഹെംപ് യാൺ സോക്ക് ചെയ്തിട്ട് നമ്മൾ ഉള്ളിലേക്ക് തിരികെ വെക്കും. കോൾക്കിംഗ് ടൂളിന്റെ ഒക്കെ സഹായത്തോടു കൂടി ആയിരിക്കും ഇതൊക്കെ ചെയ്യുന്നുണ്ടാവുക. ഹെംപ് യാൺ ഉള്ളിലേക്ക് തിരികെ വെക്കും. ഹെംപ് യാൺ ഉള്ളിലേക്ക് തിരികെ വെക്കുന്ന സമയത്ത് എത്രത്തോളം വിഡ്ത്ത് മെയിൻറ്റെയിൻ ചെയ്യണം? ഹെംപ് യാണിന്റെ വിഡ്ത്ത് എത്രയാണ്? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. യെസ്. 5 എന്താണ്? 5 എന്താണ്? മീറ്റർ ആണോ, സെന്റിമീറ്റർ ആണോ, അത് mm ആണോ? യെസ്, 5 സെന്റിമീറ്റർ അല്ലേ? യെസ്. ഓക്കെ, കൺഫ്യൂസ് ആവരുത്, അതാണ് ചോദിച്ചത്. അപ്പോ ഇത്തരത്തിൽ ആ ഒരു വിഡ്ത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്ന 5 സെന്റിമീറ്റർ ഉണ്ടാവും. ആദ്യം ഹെംപ് യാൺ നമ്മൾ വെക്കുന്നു. പിന്നീട് നമ്മൾ ആ ഒരു മോൾട്ടൺ സ്റ്റേറ്റിലേക്ക് എത്തിച്ച ലെഡ് ഈ പറയുന്ന ക്ലിയറൻസ് സ്പേസിലേക്ക് നമ്മൾ എന്താ ഒഴിക്കുക ചെയ്യുക. പിന്നീട് തണുക്കുമ്പോൾ നമുക്കൊരു വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള ജോയിന്റ് കിട്ടും. ഇതാണ് കോൺസെപ്റ്റ്. അപ്പൊ ഇവിടെ എന്തിനാണ് ഈ പറഞ്ഞ ഹെംപ് യൂസ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ലൈക്ക് മോൾട്ടൺ മെറ്റൽ ഉരുക്കി ഒഴിക്കുന്ന സമയത്ത് ഇതിലൂടെ കടന്ന് പൈപ്പിനകത്തേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ്. അതൊക്കെ ഒഴിവാക്കുന്നതിനായിട്ടാണ് നമ്മൾ ആദ്യം ഹെംപ് യാൺ വെച്ചൊരു ബൗണ്ടറി മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ, ഫൈൻ. ഇത്രയും കാര്യങ്ങളാണ് അവിടെ നിന്ന് മനസ്സിലാക്കേണ്ടത്. സോക്കറ്റ് ആൻഡ് സ്പിഗട്ട് ജോയിന്റ്, അല്ലെങ്കിൽ സോക്കറ്റ് അല്ലെങ്കിൽ ബെൽ ആൻഡ് സ്പിഗട്ട് ജോയിന്റ് രണ്ടും ഒന്ന് തന്നെയാണ്. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. Generally, the site rail is adjusted at. Generally, the site rail is adjusted at. Site rail is adjusted at. Yes. അപ്പൊ ഇവിടെ ഉത്തരമായിട്ട് വരുന്നുണ്ടാവുക 7.5 മീറ്റർ ആണ്. 7.5 മീറ്റർ തന്നെയാണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക, സംശയമൊന്നുമില്ല. അപ്പൊ ഈ സൈറ്റ് റെയില് എവിടെയാണ് നമ്മുടെ ഈ പറയുന്ന ലേയിങ്, അല്ലെ, നമ്മുടെ ആ ഒരു സീവർ പൈപ്പ് അല്ലെങ്കിൽ ഡ്രെയിനേജ് സീവർ പൈപ്പ് ഒക്കെ നമ്മൾ ലേ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ഒരു ഗ്രേഡിയന്റ് ഒക്കെ ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. കൃത്യമായിട്ടുള്ള ഗ്രേഡിയന്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ, അലൈൻമെന്റ് കൃത്യമാണോ എന്നൊക്കെ നമ്മൾ ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ സമയത്താണ് നമ്മൾ ഈ സൈറ്റ് റെയിലും അതുപോലെ തന്നെ ബോണിംഗ് റോഡും ഒക്കെ നമ്മളെ സഹായിക്കുന്നുണ്ടാവുക. എനിവേ, ഇവിടെ ഈ സൈറ്റ് റെയില് ഫിക്സ് ചെയ്യേണ്ടത് സാധാരണഗതിയിൽ ഫിക്സ് ചെയ്യുന്നുണ്ടാവുക 2 സൈറ്റ് റെയിലുകൾ ഉണ്ടാവും. സോ ഇവിടെ ഒരു സൈറ്റ് റെയിൽ ഉണ്ടാവും, ഇവിടെ ഒരു സൈറ്റ് റെയിൽ ഉണ്ടാവും. ഈ 2 സൈറ്റ് റെയിലുകൾ തമ്മിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ട സെന്റർ ടു സെന്റർ സ്പേസിംഗ് ആണ് ഈ 7.5 മീറ്റർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ സമയത്ത് എവിടെയെങ്കിലും ഒരു ജംഗ്ഷൻ വരികയാണെന്നുണ്ടെങ്കിൽ ആ ജംഗ്ഷനിൽ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു ചേഞ്ച് ഇൻ ഗ്രേഡിയന്റ് വരുന്ന സ്ഥലത്താണെന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ഒരു അലൈൻമെന്റിന് പെട്ടെന്ന് ഒരു ചേഞ്ച്, ചെറിയൊരു തിരിവോ വളവോ ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അവിടെയും ഒക്കെ വെക്കേണ്ടതായിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ ഈ പറഞ്ഞ 7.5 മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് നിർബന്ധമില്ല, അത് നമ്മളുടെ റിക്വയർമെന്റ് അനുസരിച്ച്. എന്നാൽ സ്വാഭാവികമായി യൂഷ്വലി ഇത്തരത്തിലുള്ള സൈറ്റ് റെയിലുകൾ ഫിക്സ് ചെയ്യുന്നുണ്ടാവുക 2 സൈറ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് 7.5 മീറ്റർ ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, ഫൈൻ. എല്ലായിടത്തും ഇത്തരത്തിൽ ജംഗ്ഷനിൽ ചേഞ്ച് ഇൻ ഇൻഗ്രീഡിയന്റ്, ചേഞ്ച് ഇൻ അലൈൻമെന്റ് ഒക്കെ വരുന്നിടത്തൊക്കെ ഇത്തരത്തിൽ സൈറ്റ് റെയിലുകൾ നമ്മൾ സ്പേസ് ചെയ്യാറുണ്ട് എന്നുള്ളത് കൂടി മനസ്സിലാക്കിയിരിക്കുക. മറ്റു ചോദ്യത്തിലേക്ക് വരാം. വെയർ ആർ ഫ്ലാഞ്ച്ഡ് ജോയിന്റ്സ് പ്രിഫർ? ഫ്ലാഞ്ച്ഡ് ജോയിന്റുകൾ ഉണ്ടല്ലോ, ഫ്ലാഞ്ച്ഡ് ജോയിന്റ് നെറ്റ് ബോൾട്ട് ടൈറ്റ് ചെയ്യുള്ളൂ, അറിയാലോ. യെസ്. എവിടെയാണ്
ഫ്ലാഞ്ച്ഡ് ജോയിന്റ് പ്രിഫർ ചെയ്യുന്നത്. ഓപ്ഷൻ എ പറഞ്ഞിരിക്കുന്ന ടെമ്പററി പൈപ്പ് ലൈൻ, ഓപ്ഷൻ ബി ഇൻ അറ്റ്മോസ്ഫിയറിക് ചേഞ്ച്, ഓപ്ഷൻസ് ഇൻ സി ഇൻ പെർമനന്റ് പൈപ്പ് ലൈൻ, ഓപ്ഷൻ ഡി സൈഡ് വേ വെൻ എക്സ്പാൻസ്. ഓക്കെ, അപ്പൊ നിരവധി ജോയിന്റുകൾ, ഈ പറയുന്ന 4 ഓപ്ഷനുകളും 4 രീതിയിലുള്ള ആപ്ലിക്കേഷൻ ആണ്. ഓപ്ഷൻ എ തന്നെയാണ് നമ്മൾ ഉത്തരമായിട്ട് വരിക. ഓപ്ഷൻ എ തന്നെയാണ് നമ്മളുടെ ഒരു ഉത്തരമായിട്ട് വരുന്നുണ്ടാവുക. നമുക്കറിയാം ടെമ്പററി പൈപ്പ് ലൈനുകളിലാണ് നമ്മൾ ഇത്തരത്തിൽ ഫ്ലാഞ്ച്ഡ് ജോയിന്റുകൾ പ്രിഫർ ചെയ്യുന്നുണ്ടാവുക. അതുപോലെ തന്നെ നമ്മളുടെ പ്ലാന്റിനകത്ത് അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്ലാന്റിന്റെ ഉള്ളിലൊക്കെ സാധാരണഗതിയിൽ ഇത്തരത്തിൽ കൂടുതലും നമ്മളുടെ ടെമ്പററി അല്ലെങ്കിൽ ഇത്തരത്തിൽ ഫ്ലാഞ്ച്ഡ് ജോയിന്റുകളാണ് നമ്മൾ, അതായത് നെറ്റ് ബോൾട്ട് ടൈറ്റ് ചെയ്യാം, നമുക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അത് നെറ്റ് ബോൾട്ട് അഴിച്ച് നമുക്ക് എന്താണ് ഊരി മാറ്റി മെയിൻ്റെനൻസ് ചെയ്ത് തിരിച്ച് നമുക്ക് വെക്കാൻ പറ്റും. സാധാരണ പ്രത്യേകത. അറ്റ്മോസ്ഫിയറിക് ചേഞ്ച് എന്നൊക്കെ വരുന്ന സമയത്ത് നമ്മൾ എക്സ്പാൻഷൻ ജോയിന്റുകളാണ് യൂസ് ചെയ്യുന്നുണ്ടാവുക. ഒരു പെർമനന്റ് പൈപ്പ് ലൈൻ എന്ന് പറയുമ്പോൾ അവിടെ സാധാരണഗതിയിൽ പ്രിഫറബിൾ ആയിട്ടുള്ളത് വെൽഡഡ് ജോയിന്റ് തന്നെയായിരിക്കും പെർമനന്റ് പൈപ്പ് ലൈൻ പ്രിഫറബിൾ ആയിട്ടുള്ള ജോയിന്റ് എന്ന് പറയുന്നത്. പിന്നീട് സൈഡ് വേ എക്സ്പാൻഷനിലേക്ക് ഇതുപോലെ എക്സ്പാൻഷൻ ജോയിന്റ് തന്നെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാവുന്നതേ ഉള്ളൂ. ഫ്ലെക്സിബിൾ ജോയിന്റുകൾ ഉണ്ട് എന്നുള്ളത് അറിയാം അല്ലെ. യെസ്, ഓക്കെ. അപ്പൊ ഇവിടെ ഉത്തരം ഓപ്ഷൻ തന്നെയാണ്. ടെമ്പററി പൈപ്പ് ലൈനുകളിലാണ് ഫ്ലാഞ്ച്ഡ് ജോയിന്റുകൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, മറ്റു ചോദ്യം, നെയിം എനി വൺ മെറ്റീരിയൽ യൂസ്ഡ് ഇൻ കെമിക്കൽ ടെസ്റ്റ് ഇൻ പൈപ്പ് ലൈൻ. പൈപ്പ് ലൈനിൽ നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള കെമിക്കൽ ടെസ്റ്റ് നമ്മൾ നടത്തുകയാണെന്നുണ്ടെങ്കിൽ അവിടെ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ ഏതാണെന്നുള്ളത് ചോദ്യമാണ്. നെയിം എനി വൺ മെറ്റീരിയൽ യൂസ്ഡ് ഇൻ കെമിക്കൽ ടെസ്റ്റ് ഇൻ പൈപ്പ് ലൈൻ. യെസ്, ഓപ്ഷൻ എ പറഞ്ഞിരിക്കുന്ന ഹൈഡ്രജൻ സൾഫൈഡ് നമുക്കറിയാം ചീഞ്ഞ മുട്ടയുടെ ഒക്കെ ഒരു സ്മെല്ല് വരുന്ന ഒരു സംഗതിയാണ് ഈ ഹൈഡ്രജൻ സൾഫൈഡ് എന്ന് പറയുന്നത്. കൊച്ചു ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും. പിന്നീട് ക്രൂഡ് ഓയിൽ, പെപ്പർമിന്റ്, ഓപ്ഷൻ സി പറഞ്ഞത് കെറസിൻ, ഓപ്ഷൻ ഡി ലെഡ് അസറ്റേറ്റ് പെപ്പർ. യെസ്, ഇവിടെ നമ്മൾ ഇത്തരത്തിൽ കെമിക്കൽ ടെസ്റ്റ് നടത്തുന്ന സമയത്ത് ക്രൂഡ് ഓയിൽ അല്ലെങ്കിൽ പെപ്പർമിന്റ് ഉള്ളിലൂടെ കടത്തിവിടും. വളരെ എന്താണ് ശക്തി കൂടിയ സ്മെല്ല്, ഓർഡർ ഉണ്ടാവും അല്ലെ, സ്മെല്ല് ഉണ്ടാവും. അപ്പൊ ഏതെങ്കിലും തരത്തിൽ ലീക്കേജ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ആ ഭാഗത്ത് നല്ല സ്മെല്ല് വരും എന്നുള്ളതാണ്. ആ സ്മെല്ല് ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഓർഡർ ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് കൃത്യമായിട്ട് നമുക്ക് ആ ഒരു സ്പോട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. സോ അതുകൊണ്ടാണ് ഇത്തരത്തിൽ ക്രൂഡ് ഓയിലും അല്ലെങ്കിൽ പെപ്പർമിന്റും ആണ് പൊതുവെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക എന്നുള്ളത് ഓർത്തിരിക്കാം. യെസ്, മറ്റൊരു ചോദ്യത്തിലേക്ക് നമുക്ക് വരാം. ചോദ്യം നോക്കിയേ, വിച്ച് ടൈപ്പ് ഓഫ് ജോയിന്റ് ഈസ് മോസ്റ്റ്ലി യൂസ്ഡ് ഫോർ ജോയിനിങ് ബിഗ് ഡയമീറ്റർ കോൺക്രീറ്റ് ആൻഡ് ആസ്ബെസ്റ്റോസ് സിമന്റ് പൈപ്പ്. ഓക്കെ, വളരെ വലിയ ഡയമീറ്റർ കോൺക്രീറ്റ് പൈപ്പോ AC പൈപ്പോ ജോയിൻ ചെയ്യുന്നതിനായി നമ്മൾ മോസ്റ്റ്ലി യൂസ് ചെയ്യുന്ന ഒരു ജോയിന്റ് ഏതാണ്? യെസ്, ഓപ്ഷൻ എ കോളാർ ജോയിന്റ്, ഓപ്ഷൻ ബി ബെൽ ആൻഡ് സ്പിഗട്ട് ജോയിന്റ്. ഓൾറെഡി നമ്മൾ കണ്ടു കാസ്റ്റ് അയൺ പൈപ്പിൽ ബെൽ ആൻഡ് സ്പിഗട്ട് ജോയിന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. അപ്പൊ അവിടെയൊന്നും നമ്മൾ ഇങ്ങനെ കണ്ടില്ല അല്ലെ. ഫ്ലാഞ്ച് ജോയിന്റ് ഓൾറെഡി നമ്മൾ കണ്ടു, അവിടെയും നമ്മൾ ഇത്തരത്തിൽ വലിയ ഡയമീറ്റർ കോൺക്രീറ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ കണ്ടില്ല. എക്സ്പാൻഷൻ ജോയിന്റ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ എന്താണ്, അറ്റ്മോസ്ഫിയർ പ്രഷർ, ടെമ്പറേച്ചർ അങ്ങനെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന എക്സ്പാൻഷനെ തടയുന്നതിനായിട്ടും ആ സമയത്ത് വളരെ ലീക്ക് പ്രൂഫ് ആയിട്ടുള്ള ഒരു മെയിൻ ജോയിന്റ് നമുക്ക് തരുന്നതുമാണ് എക്സ്പാൻഷൻ ജോയിന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ വലിയ ഡയമീറ്റർ കോൺക്രീറ്റ് പൈപ്പ്, ആസ്ബെസ്റ്റോസ് സിമന്റ് പൈപ്പ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതാണ്? യെസ്, ഓപ്ഷൻ എ തന്നെയാണ്, സംശയമൊന്നുമില്ല. ഓപ്ഷൻ എ കോളാർ ജോയിന്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. കോളാർ ജോയിന്റ് പൈപ്പ് ജോയിന്റുമായി ബന്ധപ്പെട്ടാണ് കോളാർ ജോയിന്റിന്റെ മറ്റു പ്രത്യേകത, അവിടെ ഇത്തരത്തിൽ അലൈൻമെന്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നു, അതിനുശേഷം നമ്മൾ ആ കോളാർ ഇൻസേർട്ട് ചെയ്യുന്നു, അതിനുള്ളിലേക്ക് സിമന്റ് മോർട്ടാർ നിറച്ച് നമ്മൾ സെറ്റ് ചെയ്യുന്നു. യെസ്, so collar joint is mostly used for large diameter concrete pipe and asbestos cement pipe. ഈ ചിത്രത്തിൽ കാണുന്ന പോലെ ആ പൈപ്പ് അലൈൻ ചെയ്ത് വെച്ചതിന് ശേഷം ഗ്യാസ്കറ്റ് ഒക്കെ ഇട്ട് ടൈറ്റ് ചെയ്തു, ദെൻ ഇത്തരത്തിൽ കോളാർ മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഉള്ളിലേക്ക് അവിടെ സിമന്റ് മോർട്ടാർ 1:1 റേഷ്യോയില്
സിമെന്റ് സാൻഡ് കമ്പൈൻ ചെയ്തുകൊണ്ടുള്ള മോർട്ടാർ ആയിരിക്കും നമ്മൾ അവിടെ യൂസ് ചെയ്യുക. 1:1 റേഷ്യോയിലാണ് പോളാർ ജോയിന്റിനുള്ളിൽ സിമെന്റ് മോർട്ടാർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. പോളാർ ജോയിന്റ് വളരെ വലിയ കോൺക്രീറ്റ് പൈപ്പുകൾക്കും ആസ്ബെസ്റ്റോസ് സിമെന്റ് പൈപ്പുകൾക്കും യൂസ് ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങൾ അത്യാവശ്യം ശ്രദ്ധിക്കാം. ഈ റിങ് സീൽ PVC യൂസ് ചെയ്യുന്നുണ്ട്. CIR ജോയിന്റുകൾ ഉണ്ടല്ലോ, CIR ജോയിന്റുകളിലൊക്കെ നമ്മൾ PVC പൈപ്പിലും യൂസ് ചെയ്യുന്നുണ്ട്. ാണോ? റിങ് ജോയിന്റ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ അല്ലേ? ചോദിച്ചത് ആരായിരുന്നു? അനൂപായിരുന്നു ചോദിച്ചത്. ഓക്കെ, അതെ അതെ. എന്തായിരുന്നു അതിന്റെ ചോദ്യം? എന്തായിരുന്നു? ഈ റിങ് സീൽ ജോയിന്റ് PVC പൈപ്പിൽ യൂസ് ചെയ്തു. റിങ് സീൽ എന്ന് ഉദ്ദേശിക്കുന്നത് ഏതാണ്? അതായത് റിങ് യൂസ് ചെയ്യുന്ന ടൈപ്പ് അല്ലേ ഉദ്ദേശിച്ചത്? അതെ, CIR ജോയിന്റ് എന്ന് പറഞ്ഞ ജോയിന്റ് ഉണ്ട്. അപ്പൊ അവിടെ റിങ്, റബ്ബർ റിങ് ഉൾപ്പെടെ, അതല്ലേ ഉദ്ദേശിച്ചത്? റബ്ബർ റിങ് ഉൾപ്പെടെയുള്ള ജോയിന്റുകൾ യൂസ് ചെയ്യാറുണ്ട്. PVC യൂസ് ചെയ്യുന്നുണ്ട്. PVC അത് വളരെ വലിയ ഗേജോട് കൂടിയിട്ടുള്ള, വലിയ സാധാരണഗതിയിൽ ചെറിയ ഗേജ് ഒന്നും അല്ല, ഒരു 90-ന് 110-ന് മുകളിലൊക്കെ സാധാരണഗതിയിൽ 90 mm CIR ഉണ്ട്. 110-ന് മുകളിലേക്കൊക്കെയാണ് നമ്മൾ സാധാരണ CIR ജോയിന്റ് ഇട്ട് ടൈറ്റ് ചെയ്യുന്നുണ്ടാവുക. ടൈറ്റ് ചെയ്ത് അല്ലെങ്കിൽ തള്ളിപ്പോവും, അല്ലെങ്കിൽ വളരെ വലിയ പ്രഷർ വരുന്ന സമയത്ത് സോളൻ സിമെന്റ് ഇട്ടൊന്നും ഒട്ടിച്ചാലും നിൽക്കത്തില്ല. വലിയ ഗേജുള്ള പൈപ്പായിരിക്കും. വലിയ ഗേജുള്ള പൈപ്പ്, അതായത് 8 kg 10 kg പൈപ്പ് 6-ന് മുകളിലേക്ക് 6, 8, 10 ഒന്നും അങ്ങനെ നമുക്ക് ഉരുക്കി നമുക്ക് സോക്കറ്റ് അടിക്കാൻ പറ്റത്തില്ല. കുറച്ച് ബുദ്ധിമുട്ടാണ്, പെട്ടെന്ന് പൊട്ടിപ്പോവും, ബ്രിട്ടില്ല. അതെ, ആ സമയങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇത്തരത്തിൽ CIR ജോയിന്റ് ഇട്ട് നമ്മൾ ആ ഒരു മെയിൻ്റെനൻസ് നമ്മൾ ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ ലീക്ക് ക്ലിയർ ചെയ്യുന്നുണ്ടാവും, ജോയിൻ ചെയ്യുന്നുണ്ടാവും. ഓക്കെ ആണോ? അതെ. റിങ്, അതായത് ചോദ്യത്തിന് ഉത്തരം റിങ് സീൽ ജോയിന്റുകൾ യൂസ് ചെയ്യാറുണ്ട് PVC-യിൽ. ഓക്കെ ഓക്കെ ഓക്കെ. മറ്റൊരു ചോദ്യം, സീവർ പൈപ്പ് മേ ഹാവ് ടു ബി ലെയ്ഡ് അണ്ടർ ദ കണ്ടീഷൻ. വീണ്ടും അതേ ക്വസ്റ്റ്യൻ പേപ്പറിൽ മറ്റൊരു ചോദ്യം അതേപോലെ വന്നു. ഒന്നാമത് കണ്ട ചോദ്യം പോലെ തന്നെയുള്ള ഒരു ചോദ്യമാണ്, റിപ്പീറ്റ് ആണ്, രണ്ട് രീതിയിൽ ചോദിച്ചു എന്നുള്ളതേ ഉള്ളൂ. സീവർ പൈപ്പ് മേ ഹാവ് ടു ബി ലെയ്ഡ്. ഓക്കെ, അത് വീണ്ടും റിപ്പീറ്റ് ആയിട്ട് വന്നു അല്ലെ? യെസ്. അപ്പൊ അത് നമുക്കറിയാം, ട്രെഞ്ച് ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. ട്രെഞ്ച് ആണ് ഉത്തരമായിട്ട് വരിക. ഓക്കെ, മറ്റു ചോദ്യം, എ സീവർ പൈപ്പ് ലെയ്ഡ് അണ്ടർ an embankment and projecting wholly or partially above the original ground surface is called. Sorry, നമ്മൾ സീവർ പൈപ്പ് ലേയിങ്ങുമായി ബന്ധപ്പെട്ട് ഡിഫറെന്റ് കണ്ടീഷൻസ് ഉണ്ട്. അതായത് ട്രെഞ്ച് കണ്ടീഷൻ ഉണ്ട്, ഓപ്പൺ കണ്ടീഷൻ ഉണ്ട്, കൾവർ കണ്ടീഷൻ ഉണ്ട്, നെഗറ്റീവ് പ്രൊജക്റ്റിംഗ് കണ്ടീഷൻ ഉണ്ട്, അങ്ങനെ നിരവധി കണ്ടീഷനുകളുണ്ട്. അപ്പൊ ഇവിടെ ഏത് കണ്ടീഷനിലാണ് സീവർ പൈപ്പ് ലെയ്ഡ് അണ്ടർ ആൻ എംബാക്ക്മെന്റ്, ഒരു എംബാക്ക്മെന്റിന്റെ ഉള്ളിൽ, അല്ലെങ്കിൽ ആൻഡ് പ്രൊജക്റ്റിംഗ് ഹോളി ഓർ പാർഷ്യലി അബോവ് ദ ഒറിജിനൽ ഗ്രൗണ്ട് സർഫസ് ഇസ് കോൾഡ്? ഓപ്ഷൻ എ ട്രെഞ്ച് കണ്ടീഷൻ, ഓപ്ഷൻ ബി ഓപ്പൺ കണ്ടീഷൻ, ഓപ്ഷൻ സി കൾവർട്ട് കണ്ടീഷൻ, ഓപ്ഷൻ ഡി നെഗറ്റീവ് പ്രൊജക്റ്റിംഗ് കണ്ടീഷൻ. യെസ് യെസ്. ഓപ്ഷൻ എ പറഞ്ഞിരിക്കുന്ന ട്രെഞ്ച് കണ്ടീഷൻ ആണ്. ട്രെഞ്ച് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും നമ്മൾ ട്രെഞ്ചിനുള്ളിലായിരിക്കും നമ്മളുടെ പൈപ്പ് വരുന്നുണ്ടാവുക. ഇത്തരത്തിൽ പ്രൊജക്റ്റിംഗ് ഹോളി ഓർ പാർഷ്യലി എബോവ് ദ ഗ്രൗണ്ട് ആവില്ല. ഓപ്ഷൻ എ തെറ്റാണ്. ഓപ്ഷൻ എ ട്രെഞ്ച് കണ്ടീഷൻ അല്ല. നമ്മളുടെ ഉത്തരം വരുന്നുണ്ടാവുക കൾവർട്ട് കണ്ടീഷൻ ആണ്. കൾവർട്ട് കണ്ടീഷൻ, കൾവർട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ചിത്രം ഞാൻ കാണിക്കാം. ഇങ്ങനെയുള്ള കൾവർട്ടുകൾ കണ്ടിട്ടുണ്ടാവും. ഇതിലൂടെ വെള്ളം ഒഴുകും. കൾവർട്ട്, റെയിൽവേ ബ്രിഡ്ജസ് അല്ലെങ്കിൽ നമ്മളുടെയൊക്കെ ചെറിയ ചെറിയ കൾവർട്ടുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിപ്പോ ഒരു പക്ഷേ ബോക്സ് ഷേപ്പും സർക്കുലറും ഒക്കെ ഉണ്ട്, പല തരത്തിലുണ്ട്. അപ്പൊ ഇവിടെ കൾവർട്ട് കണ്ടീഷനിൽ, ദാറ്റ് ഈസ് ആ സീവർ പൈപ്പ്, ഉള്ളിലൂടെ കടന്നു പോകുന്ന സീവർ പൈപ്പ് ഉണ്ടല്ലോ, സീവർ പൈപ്പ് ഈസ് ലെയ്ഡ് അണ്ടർ ആൻ എംബാക്ക്മെന്റ്. അണ്ടർ ആൻ എംബാക്ക്മെന്റ്, ഇങ്ങനെയുള്ള മണ്ണ് കൂന, അതിനെയാണ് നമ്മൾ എംബാക്ക്മെന്റ് എന്ന് പറയുന്നത്. എംബാക്ക്മെന്റിനുള്ളിൽ അത് പ്രൊജക്ട് ചെയ്യുന്നുണ്ടാകും. അത് ഹോളി അല്ലെങ്കിൽ പാർഷ്യലി അബോവ് ദ ഒറിജിനൽ, ഈ പറഞ്ഞ ഒറിജിനൽ ഗ്രൗണ്ട് എന്ന് പറഞ്ഞ ഇതാണ്. ഒറിജിനൽ ഗ്രൗണ്ട് ഇതാണ്. മണ്ണിന്റെ കൂന എന്ന് പറയുന്ന എംബാക്ക്മെന്റ് ഇതാണ്. അപ്പം ഒറിജിനൽ ഗ്രൗണ്ടിന്റെയും ആ എംബാക്ക്മെന്റിന്റെയും ഇടയിലായിട്ട് ഇത്തരത്തിലുള്ള പൈപ്പുകൾ നമ്മൾ ലേ ചെയ്യും അല്ലെ.
ഒന്നുകിൽ പൂർണ്ണമായിട്ടും നമ്മളുടെ ഒരു സർഫസിന്, നമ്മുടെ മണ്ണിന്റെ സർഫസിന് മുകളിൽ ഇരിക്കുന്നുണ്ടാവും, അല്ലെന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ മണ്ണിന്റെ സർഫസ് ആണെങ്കിൽ ഇത്തരത്തിലും ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. ഓക്കെ, എംപാക്ട്മെന്റ് പോലെ. അപ്പൊ ഇതാണ് കോൺസെപ്റ്റ് ഉദ്ദേശിച്ചത്. ഒന്നുകിൽ പൂർണ്ണമായിട്ട് അല്ലെന്നുണ്ടെങ്കിൽ പാർഷ്യലായിട്ട് ഒറിജിനൽ ഗ്രൗണ്ട് സർഫസിന് മുകളിലേക്ക് അല്ലെങ്കിൽ സബ്ഗ്രീഡിന് മുകളിലേക്ക് ഇരിക്കുന്ന കണ്ടീഷനെയാണ് കൾവർട്ട് കണ്ടീഷൻ എന്ന് പറയുന്നത്. കൾവർട്ട് കണ്ടീഷൻ. ഓക്കെ, ദ സീവർ പൈപ്പ് ഈസ് ലെയ്ഡ് അണ്ടർ എംബാക്ക്മെന്റ് ആൻഡ് പ്രൊജക്ട് wholly, പൂർണ്ണമായിട്ട് അല്ലെങ്കിൽ പാർഷ്യലി, above the original ground surface or subgrade. It is known as culvert condition. Okay, so in this condition the pipe is designed to withstand heavy load and it is generally treated as a culvert. അല്ലെ, ഇതിന് മുകളിലൂടെ വണ്ടികളോ അല്ലെങ്കിൽ ട്രെയിനോ മറ്റു കാര്യങ്ങളൊക്കെ പോകുന്നുണ്ടാവും, ലോഡ് പോകുന്നുണ്ടാവും. സോ അതുകൊണ്ട് തന്നെ ഈ പൈപ്പും അത്യാവശ്യം ലോഡ് താങ്ങുന്ന രീതിയിലാണ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, ഇതിനെയാണ് നമ്മൾ കൾവർട്ട് കണ്ടീഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? കൾവർട്ട് കണ്ടീഷൻ ചോദിച്ചൂടെ അവർക്ക്? ചോദ്യമായിട്ട് വന്നിട്ടൊന്നുമില്ലെങ്കിൽ തന്നെയും ചോദിക്കാം. കൾവർട്ട് കണ്ടീഷൻ, ലേയിങ് ഓഫ് സിവർ പൈപ്പുമായി ബന്ധപ്പെട്ട്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ ഫൈൻ. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. When a sewer pipe is laid in a trench excavated specifically for the purpose, it is known as. When a sewer pipe is laid in a trench excavated specifically for the purpose, it is known as open condition, culvert condition, trench condition, positive projecting condition. Yes. ഇവിടെ നമ്മൾ ഒരു സ്പെഷ്യൽ പർപ്പസിനായിട്ട് ഒരു ട്രെഞ്ച് എടുത്തു, അതിനുള്ളിലേക്ക് നമ്മൾ പൈപ്പ്, സിവർ പൈപ്പ് ലേ ചെയ്ത് നമ്മൾ ബാക്ക് ഫില്ല് ചെയ്ത് മൂടുന്നു, അല്ലെ? ബാക്ക് ഫില്ല് ചെയ്തിട്ട് നമ്മൾ എന്താ മൂടുകയാണ് ചെയ്യുക. അപ്പൊ ആ കണ്ടീഷനെ വിളിക്കുന്ന പേരാണ് ട്രെഞ്ച് കണ്ടീഷൻ. ട്രെഞ്ച് എടുത്ത് പൈപ്പ് ലേ ചെയ്യുന്നതിനാണ് നമ്മൾ ട്രെഞ്ച് കണ്ടീഷൻ എന്ന് പറയുന്നത്. ഓൾറെഡി കൾവർട്ട് കണ്ടീഷൻ എന്താ നമ്മൾ പഠിച്ചു കഴിഞ്ഞു, മനസ്സിലാക്കി കഴിഞ്ഞു. ഓക്കെ, അപ്പൊ ട്രെഞ്ച് കണ്ടീഷൻ ആണ് ഇവിടുത്തെ ഉത്തരമായിട്ട് വരിക. ഓപ്ഷൻ സി, ട്രെഞ്ച് കണ്ടീഷൻ. അറിയാലോ, ഇത്തരത്തിൽ ട്രെഞ്ച് എടുത്ത് ഉള്ളിൽ പൈപ്പ് ഇട്ട് പിന്നെ ബാക്ക് ഫില്ല് ചെയ്ത് മൂടി നമുക്ക് സെറ്റ് ആക്കുന്നു. വെൻ ദ സീവർ പൈപ്പ് ഈസ് ലെയ്ഡ് ഇൻ എ ട്രെഞ്ച് excavated specifically for the purpose and then backfilled, it is known as, and it is called trench condition. ഈ കണ്ടീഷൻ നമ്മൾ ട്രെഞ്ച് കണ്ടീഷൻ എന്ന് പറയുന്നത്. ഓരോ കണ്ടീഷൻ ആണ്. ടെക്സ്റ്റ് ബുക്കിലൊക്കെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന കാര്യം തന്നെയാണ് ഇതെല്ലാം. ട്രെഞ്ച് കണ്ടീഷൻ. യെസ്, അത് ക്ലിയർ ആണെന്ന് വെക്കുന്നു. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ഇൻ നെഗറ്റീവ് പ്രൊജക്റ്റിംഗ് കണ്ടീഷൻ, ഇൻ നെഗറ്റീവ് പ്രൊജക്റ്റിംഗ് കണ്ടീഷൻ the load on the sewer pipe is, negative projecting condition, the load on the sewer pipe is increased due to soil pressure, reduced due to soil arcing action, equal to open condition. Option D, 0. Okay, negative projecting condition എന്താണ് സംഗതി? Yes, right answer is reduced due to soil arcing condition, soil arcing action, അല്ലെ? അപ്പൊ ഇത്തരത്തിൽ എന്താണ് നെഗറ്റീവ് എന്ന് പറയുമ്പോൾ, അതായത് വളരെ സീവർ പൈപ്പ് ലേ ചെയ്യുന്നുണ്ടാവുക, റിലേറ്റീവ്ലി നാരോ ആൻഡ് ഷാലോ ട്രെഞ്ച്, അല്ലെ? അധികം ഡെപ്ത് ഇല്ലാത്തതും, അല്ലെ? ഇത്തരത്തിൽ ഡെപ്ത് നോക്കാം. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ പൈപ്പാണ്, ഫോർ എക്സാമ്പിൾ, അല്ലെ? നമ്മൾ ഏകദേശം നമ്മൾ ഇത്രയും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ളൂ. ഇതാണ് നമ്മുടെ ഗ്രൗണ്ട് എന്ന് പറയുന്നത്. വളരെ നാരോയും ഷാലോയുമായിട്ടുള്ള, അല്ലെ? വളരെ നാരോയും ഷാലോയും, അല്ലെ? അതായത് ഡെപ്തും കുറവാണ്, അതുപോലെ വളരെ നാരോ ആയിട്ടുള്ളത് രീതിയിൽ, അല്ലെ? നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാകും. വളരെ ചെറിയ ഡിസ്റ്റൻസ് മാത്രമേ നമ്മുടെ കവർ ഡിസ്റ്റൻസ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവും. അതായത് പൈപ്പിന്റെ മുകളിൽ നിന്നും ഗ്രൗണ്ട് സർഫസിലേക്കുള്ള ഡിസ്റ്റൻസ് വളരെ കുറവായിരിക്കും, കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. ആ ഒരു കണ്ടീഷൻ എന്ന് പറയുമ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് നെഗറ്റീവ് പ്രൊജക്റ്റിംഗ് കണ്ടീഷൻ. നെഗറ്റീവ് പ്രൊജക്റ്റിംഗ് കണ്ടീഷൻ. ഓക്കെ, സോ ആ ടോപ്പ് അല്ലെങ്കിൽ ക്രൗൺ, നമ്മുടെ ആ ഒരു പൈപ്പ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ ഇൻവെർട്ട് എന്നും ഇതിനെ ക്രൗൺ എന്നും പറയാം. ആ ക്രൗൺ എന്ന് പറയുന്നത് മുകളിലുള്ള പോർഷനാണ്. ആ മുകളിലുള്ള പോർഷൻ എന്ന് പറഞ്ഞാൽ മണ്ണിന്റെ അടിയിൽ തന്നെയാണ്, പക്ഷെ കമ്പാരിറ്റീവ്ലി ആ ഒരു കവർ ഡിസ്റ്റൻസ് വളരെ കുറവായിരിക്കും. അപ്പൊ അവിടെ ഒരു സോയിലിന്റെ ഒരു ആർക്കിംഗ് ആക്ഷൻ ഉണ്ട്. ഇത്തരത്തിൽ നമുക്ക് ഓപ്പൺ ആയിട്ടിരിക്കുകയല്ലോ സംഗതി, അല്ലെ? ഇത്തരത്തിലൊരു ആർക്കിംഗ് ആക്ഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ പൈപ്പിൽ ഉണ്ടാകുന്ന ലോഡ് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. സോ ഇതാണ് അതിന്റെ ഒരു പ്രത്യേകത. അങ്ങനെയുള്ള ഒരു കണ്ടീഷനാണ് നെഗറ്റീവ് projecting condition എന്ന് പറയുന്നത്. So sewer pipe is laid in a relatively narrow and shallow trench such that the top of the pipe is below the natural ground surface. It is known as negative projecting condition. അപ്പോൾ അവിടെ
മുകളിൽ ഒരു മണ്ണിന്റെ ഒരു കവറിങ് ഉണ്ടായത് കൊണ്ട് തന്നെ സോയിൽ ആർക്കിംഗ് ആക്ഷൻ അവിടെ ഉണ്ട്. അതിന്റെ ഫലമായിട്ട് കമ്പാരിറ്റീവ്ലി ഒരു ലോഡ് ഓൺ ദ പൈപ്പ് ഈസ് റിഡ്യൂസ്ഡ്. ഓപ്പണിനെ കമ്പയർ ചെയ്യുമ്പോഴാണ്, മറ്റുള്ള സിസ്റ്റത്തെ ട്രെഞ്ചിനെ കമ്പയർ ചെയ്യുമ്പോൾ അവിടെ ലോഡ് വരുന്നുണ്ട്. എല്ലായ്പ്പോഴും പൈപ്പ് ആഴത്തിൽ ഡെപ്ത് എടുത്തിടുന്നതായിരിക്കും നല്ലത്. അപ്പൊ ഇവിടുത്തെ ഒരു കണ്ടീഷൻ, ചില സാഹചര്യങ്ങളിൽ നമ്മൾ ഇങ്ങനെ ചെയ്യേണ്ടി വരും. ഡെപ്ത് എടുക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് വരുമ്പോൾ നമ്മൾ എന്താണ് ഇത്തരത്തിലുള്ള നെഗറ്റീവ് പ്രൊജക്ടിങ് കണ്ടീഷൻ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. ഓപ്പൺ കണ്ടീഷനെക്കാട്ടിൽ കുറച്ചുകൂടെ ബെറ്റർ ആണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അത് മനസ്സിലാക്കിയിരുന്നാൽ മതി. കണ്ടീഷൻ അനുസരിച്ച് അതിന്റെ പേരെന്താണ്, എവിടെ യൂസ് ചെയ്യുന്നു എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക കേട്ടോ. അപ്പൊ 4 കണ്ടീഷൻ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. മറ്റൊരു കണ്ടീഷനാണ് ഓപ്പൺ കണ്ടീഷൻ. എങ്ങനെയാണ് ഓപ്പൺ കണ്ടീഷൻ? ദ സിവർ പൈപ്പ്, അങ്ങനെ ഒരു ടൈപ്പ് ഇല്ല. പോസിറ്റീവ് നെഗറ്റീവ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉള്ളൂ. പോസിറ്റീവ് എന്ന് പറയുന്നത് ട്രെഞ്ച് എടുത്ത് ഇടുന്നതാണ് പോസിറ്റീവായിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ ആണോ? ആരാണ് ചോദിച്ചത്? യെസ്. ഈ ഓപ്പൺ കണ്ടീഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഓപ്പൺ ആയിട്ട് പൈപ്പ് പോകുന്നു എന്നുള്ളതേ ഉള്ളൂ. യെസ്. അപ്പൊ ഇവിടെ ഉത്തരമായിട്ട് വരുന്നുണ്ടാവുക പ്രൊജക്ട് ഹോളി ഓർ പാർഷ്യലി എബോവ് ദ ഗ്രൗണ്ട്, അല്ലെ, പൂർണ്ണമായിട്ടും അല്ലെങ്കിൽ പാർഷ്യലായിട്ട് ഗ്രൗണ്ടിന് മുകളിലേക്ക് എത്തുന്ന ഒരു കണ്ടീഷനാണ് ഓപ്പൺ കണ്ടീഷൻ. അപ്പൊ പ്രധാനപ്പെട്ട കണ്ടീഷനുകളാണ് ഇപ്പൊ നമ്മൾ കണ്ടത്, അല്ലെ? ഓപ്പൺ, ട്രെഞ്ച്, കൾവർട്ട്, നെഗറ്റീവ്, അങ്ങനെയുള്ള 4 കണ്ടീഷനുകൾ പ്രധാനമായിട്ടുള്ളത് നമ്മൾ കണ്ടു. അപ്പൊ അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്, മനസ്സിലാക്കി വെക്കുക. ഓപ്പൺ കണ്ടീഷൻ എന്ന് പറയുമ്പോൾ സീവർ പൈപ്പ് ഈസ് ലേഡ് ഇൻ സച്ച് എ വേ ദാറ്റ് പ്രൊജക്ട് ഹോളി ഓർ പാർഷ്യലി എബോവ് ദ ഗ്രൗണ്ട് സർഫസ്. Pipe has a little or no earth support, must be designed to resist bending and external load. അല്ലെ, തരത്തിൽ ലോഡൊക്കെ എടുക്കാൻ കഴിയുന്ന തരത്തിൽ നമ്മൾ അത് ഡിസൈൻ ചെയ്യേണ്ടതായിട്ടുണ്ട് ആ പൈപ്പിനെ, അല്ലെ? ഓക്കെ, അത് പൂർണ്ണമായിട്ടും അല്ലെങ്കിൽ പാർഷ്യലായിട്ട് പുറത്തേക്കായിരിക്കും കിടക്കുന്നുണ്ടാവും, ഗ്രൗണ്ട് സർഫസിൽ പുറത്തായിരിക്കും ഉണ്ടാവും. ഓപ്പൺ കണ്ടീഷൻ. ഓക്കെ, അപ്പൊ പ്രധാനപ്പെട്ട കണ്ടീഷനുകളാണ് നമ്മൾ കണ്ടത്. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. In very bad soil condition, the trench bottom is stabilized by brick soiling, cement concreting, clay filling, asphalt. വളരെ മോശമായിട്ടുള്ള ഒരു സോയിൽ കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ട്രെഞ്ച് എടുക്കുന്ന സമയത്ത് ട്രെഞ്ച് ബോട്ടം ഈസ് സ്റ്റെബിലൈസ് ചെയ്യുന്നു. ഓപ്ഷൻ എ ബ്രിക്ക് സോയിലിംഗ്, ഓപ്ഷൻ ബി സിമെന്റ് കോൺക്രീറ്റ്, ഓപ്ഷൻ സി ക്ലേ ഫില്ലിംഗ്, ഓപ്ഷൻ ഡി അസ്ഫോൾട്ട്. ഏതായിരിക്കും? ഏതാ വരിക? ഗസ് ചെയ്തോ, കുഴപ്പമില്ല, പറഞ്ഞോളൂ. സോയിൽ കണ്ടീഷൻ മോശമാണെങ്കിൽ ഏതായിരിക്കും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവും? യെസ്. സോയിൽ കണ്ടീഷൻ വളരെ മോശമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ട്രെഞ്ചിന്റെ ബോട്ടം സൈഡ് നമ്മൾ ആദ്യം കോൺക്രീറ്റ് ചെയ്യും. യെസ്, കോൺക്രീറ്റ് ചെയ്യും. സിമെന്റ് കോൺക്രീറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മളത് പൈപ്പ് ലേ ചെയ്യുന്നുണ്ടാവുക, അല്ലെ? കുഷനിങ് എഫക്ട് അല്ലെങ്കിൽ ഒരു ബെഡ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ കോൺക്രീറ്റ് ബെഡ് ആയിരിക്കും കൊടുക്കുന്നുണ്ടാവുക. സോ വെരി ബാഡ് സോയിൽ കണ്ടീഷൻ, ട്രെഞ്ച് ബോട്ടം ഈസ് സ്റ്റെബിലൈസ്ഡ് ബൈ യൂസിങ് സിമെന്റ് കോൺക്രീറ്റ്. യെസ്. മറ്റൊരു ചോദ്യം. ദ പർപ്പസ് ഓഫ് പ്രൊവൈഡിങ് ബെഡിങ് ബിലോ സീവർ പൈപ്പ്. ഈ സീവർ പൈപ്പിന് അടിയിലായിട്ട് നമ്മൾ ബെഡിങ് കൊടുക്കണമെന്ന് പറഞ്ഞല്ലോ. എന്താണ് അതിന്റെ ഉദ്ദേശം? എന്താണ്? വെറുതെ കൊടുക്കുവാണോ? ദ പർപ്പസ് ഓഫ് പ്രൊവൈഡിങ് ബെഡിങ് ബിലോ സീവർ പൈപ്പ്. ഈ സീവർ പൈപ്പിന്നില്ല, ഏത് പൈപ്പായാലും നമ്മൾ അടിയിൽ ബെഡിങ്, സാൻഡ് ബെഡിങ്ങോ അല്ലെങ്കിൽ കോൺക്രീറ്റ് ബെഡിങ്ങോ കൊടുക്കണം. ദ പർപ്പസ് ഓഫ് പ്രൊവൈഡിങ് ബെഡിങ് ബിലോ സീവർ പൈപ്പ്. ഇവിടെ സ്പെഷ്യലി സീവർ പൈപ്പിന് എടുത്ത് പറഞ്ഞിരിക്കുന്നതേ ഉള്ളൂ. അതിപ്പോ ഏത് പൈപ്പായാലും നമ്മൾ ബെഡിങ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ബെഡിങ് കൊടുക്കുന്നത്? ഓപ്ഷൻ എ കൊടുത്തിരിക്കുന്നത് റെഡ്യൂസ് പൈപ്പ് ഡയമീറ്റർ, ഓപ്ഷൻ ബി ഇൻക്രീസ് ഫ്ലോ വെലോസിറ്റി, ഓപ്ഷൻ സി ഡിസ്ട്രിബ്യൂട്ട് ലോഡ് യൂണിഫോംലി, ഓപ്ഷൻ ഡി റിഡ്യൂസ് എക്സ്കവേഷൻ ഡെപ്ത്. യെസ്. എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുക? എന്തിനാണ് നമ്മൾ ഈ ബെഡിങ് കൊടുക്കുന്നത്? കൃത്യമായിട്ട് ലോഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലേ? യെസ്, ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരം. കൃത്യമായിട്ട് ലോഡ് യൂണിഫോം ആയിട്ട്, അല്ലെ, നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ നമുക്കൊരു സപ്പോർട്ട് വേണം. അതിനാണ് നമ്മൾ ഇത്തരത്തിൽ ബെഡിങ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതുപോലെ തന്നെയാണ് നമ്മൾ നട്ട് ബോൾട്ട് ടൈറ്റ് ചെയ്യുന്നതിനിടയിൽ നട്ടിനടിയിൽ വാഷർ കൊടുക്കുന്നുണ്ടാവും, വാഷർ, അല്ലെ? നമ്മൾ വാഷർ ചെയ്യാമല്ലോ, അല്ലെ? നട്ട് ബോൾട്ട് വാഷർ. സോ വാഷറിന്റെ ഫംഗ്ഷൻ എന്ത് തന്നെയാണ്? ആ ലോഡ് കൃത്യമായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ സഹായിക്കുന്നു, കോണ്ടാക്ട് ഏരിയ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നു. അതാണ് വാഷറിന്റെയും യൂസ് കേട്ടോ. വാഷർ, നട്ട് ബോൾട്ട്, ഫാസ്റ്റ്നേഴ്സുമായി ബന്ധപ്പെട്ട് നട്ട് ബോൾട്ടിനിടയിൽ, നട്ടിനടിയിലായിട്ട് വാഷർ യൂസ് ചെയ്യുന്നത് എന്തിനാണ് എന്നുള്ള ചോദ്യം വരുമ്പോഴും ഇത് തന്നെയാണ് സംഗതി വരിക കേട്ടോ. ഓക്കെ, ഫൈൻ.
മറ്റൊരു ചോദ്യം, ദ ഇൻസ്ട്രുമെന്റ് യൂസ്ഡ് ടു ട്രാൻസ്ഫർ സീവർ ഗ്രേഡിയന്റ് ഫ്രം ഗ്രൗണ്ട് ലെവൽ ടു ട്രെഞ്ച്. ഏത് ഇൻസ്ട്രുമെന്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക നമ്മളെ സീവർ പൈപ്പ് ലേ ചെയ്യുന്ന സമയത്ത് ഗ്രൗണ്ട് ലെവലും ഗ്രേഡിയന്റും തമ്മിൽ ആ ഒരു ഇൻസ്ട്രുമെന്റ് ഏതാണ്? യെസ്, ഓപ്ഷൻ എ ഡംബി ലെവൽ, ഓപ്ഷൻ ബി മെഷറിംഗ് ടേപ്പ്, ഓപ്ഷൻ സി സൈറ്റ് റെയിൽ ആൻഡ് ബോണിംഗ് റോഡ്, ഓപ്ഷൻ ഡി തിയഡലൈറ്റ്. ഡംബി ലെവൽ ലെവൽസ് ഒക്കെ എടുക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് ആണ്. ടേപ്പ്, ദെൻ സൈറ്റ് റെയിൽ, ബോണിംഗ് റോഡ് ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. തിയഡലൈറ്റ് സർവേയിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരം, സൈറ്റ് റെയിൽ ആൻഡ് ബോണിംഗ് റോഡ്. ഓപ്ഷൻ സി, സോറി, സൈറ്റ് റെയിൽ ആൻഡ് ബോണിംഗ് റോഡ്, ഇതാണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. നേരത്തെ നമ്മൾ സൈറ്റ് റെയിൽ വെക്കുന്ന 7.5 മീറ്റർ എന്നുള്ളത് നമ്മൾ കണ്ടായിരുന്നു. മറ്റു ചോദ്യം, എ ബോണിംഗ് റോഡ് ഈസ് എ ബോണിംഗ് റോഡ് ഈസ് ഓപ്ഷൻ എ കൊടുത്തിരിക്കുന്നത് മെഷറിംഗ് ടേപ്പ്, ഓപ്ഷൻ ബി എ ലെവലിംഗ് സ്റ്റാഫ്, ഓപ്ഷൻ സി എ ടി ഷേപ്ഡ് റോഡ് ഓഫ് ഫിക്സ്ഡ് ലെങ്ത്, ഓപ്ഷൻ ഡി എ വുഡൻ പ്ലാങ്ക്. ഈ ബോണിംഗ് റോഡ് നമ്മുടെ സീവർ ലേയിങ്ങുമായി ബന്ധപ്പെട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണെന്നുള്ളത് നമ്മൾ കണ്ടു. അത് ശരിക്കും എന്താണ്? ഒരു ടി ഷേപ്പോട് കൂടിയിട്ടുള്ള ഒരു ഫിക്സഡ് ലെങ്തിലുള്ള ഒരു റോഡാണ് ബേസിക്കലി, അല്ലെ? യെസ്, അപ്പൊ അതാണ് ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക, എ ടി ഷേപ്ഡ് റോഡ് ഓഫ് ഫിക്സഡ് ലെങ്ത്. ഇതാണ് നമ്മുടെ സൈറ്റ് റെയിൽ ഓൾറെഡി നമ്മൾ കണ്ടു. ഈ ചിത്രത്തിൽ കാണുന്നതാണ് നമ്മുടെ ബോണിംഗ് റോഡ്, ഒരു ടി ഷേപ്പിലാണ് കാണുന്നത്, അല്ലെ? ടി ഷേപ്പ്. സോ ബോണിംഗ് റോഡ് ഇസ് എ ടി ഷേപ്ഡ് വുഡൻ റോഡ്, വുഡ് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന, തടി കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന, നമുക്ക് വേണ്ടുന്ന ലെങ്തിൽ നമ്മൾ ചെയ്യാറുണ്ട്. നമുക്ക് എത്ര ഡെപ്തിലാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, ആ ഡെപ്ത് കൃത്യമായിട്ട് മെഷർ ചെയ്തിട്ടുള്ള ഒരു ബോണിംഗ് റോഡ് നമ്മൾ തയ്യാറാക്കും. ആ റോഡ് വെച്ചിട്ടായിരിക്കും നമ്മളിങ്ങനെ ചെക്ക് ചെയ്തായിരിക്കും പോകുന്നുണ്ടാവുക. സോ ലെങ്ത് ഓഫ് ദ ബോണിംഗ് റോഡ് ഈസ് ഈക്വൽ ടു ദ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സൈറ്റ് റെയിൽ ആൻഡ് ദ സിവർ ഇൻവെർട്ട് ലെവൽ. സൈറ്റ് റെയിലിന്റെ അവിടെ മുതൽ ഇൻവെർട്ട്, അല്ലെ? ഇൻവെർട്ടിന്റെ ആ ഒരു ലെവൽ വരെ ആയിരിക്കും ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ഫൈൻ. മറ്റൊരു ചോദ്യം, വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് PHE? PHEയുടെ ഫുൾ ഫോം എന്താണ്? പബ്ലിക് ഹെൽത്ത് എഞ്ചിനീയറിംഗ്, peer health education, plumbing, heating, electricals, public health emergencies. PHE യുടെ ഫുൾ ഫോം. യെസ്, അപ്പൊ PHE എന്ന് പറയുന്നത് നമുക്കറിയാതെ പബ്ലിക് ഹെൽത്ത് എഞ്ചിനീയറിംഗ് എന്നുള്ളതാണ്. പബ്ലിക് ഹെൽത്ത് എമർജൻസി അല്ല കേട്ടോ, ഇതിനെ പബ്ലിക് ഹെൽത്ത് എഞ്ചിനീയറിംഗ് ആണ് കേട്ടോ. പബ്ലിക് ഹെൽത്ത് എഞ്ചിനീയറിംഗ്, PHE. മറ്റൊരു ചോദ്യം, ജനറലി ദ pH വാല്യൂ ഓഫ് ഫ്രഷ് സീവേജിന്റെ pH വാല്യൂ എങ്ങനെയാണ്? ഫ്രഷ് ആയിട്ടുള്ള സീവേജ് ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഇറ്റ് ഈസ് മോർ ദാൻ 7 ആണല്ലേ? മോർ ദാൻ 7. യെസ്, സാധാരണഗതിയിൽ ഫ്രഷ് ആയിട്ട് ഉണ്ടാകുന്ന സീവേജ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ pH വാല്യൂ മോർ ദാൻ 7 എന്ന് പറയുമ്പോൾ അതൊരു ഒരു ആൽക്കലൈൻ, ബേസിക് ആയിട്ടുള്ള ഒരു നേച്ചർ ആയിരിക്കും കാണിക്കുന്നുണ്ടാവുക. ജനറലി മോർ ദാൻ 7 എന്ന് പറയുന്നത് ആൽക്കലൈൻ അല്ലെങ്കിൽ ബേസിക് നേച്ചർ ആണ്. അവിടെ ഉണ്ടാവുന്ന ഒരു ഫ്രഷ് സീവേജിന്റെ കളർ എന്ന് പറയുന്നത് ഗ്രേ കളർ ആയിരിക്കും. ഫ്രഷ് സീവേജിന്റെ കളർ, ഡൊമസ്റ്റിക് സീവേജിന്റെ കളർ ഗ്രേ കളർ ആണെന്നുള്ളത് ഗ്രേ കളർ, ഫ്രഷ് സീവേജുമായി ബന്ധപ്പെട്ട്. മറ്റു ചോദ്യം, ജനറലി ദ pH വാല്യൂ ഓഫ് സെപ്റ്റിക് സീവേജിന്റെ pH വാല്യൂ എങ്ങനെയാണ്? സെപ്റ്റിക് സീവേജ്, അതായത് നമുക്ക് ട്രീറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള സെപ്റ്റിക് സീവേജ് ആണെന്നുണ്ടെങ്കിൽ അസിഡിക് നേച്ചർ ആയിരിക്കും. ദാറ്റ് ഈസ് ലെസ് ദാൻ 7 ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. ഈ സെപ്റ്റിക് സീവേജ് എന്ന് പറയുമ്പോൾ ലെസ് ദാൻ 7 ആയിരിക്കും നമ്മളുടെ ഉത്തരമായിട്ട് വരിക. ഓപ്ഷൻ സി ആണ് ഉത്തരം. അപ്പോൾ ഇവിടെ സീവേജ് പ്രധാനമായിട്ടും സെപ്റ്റിക് സീവേജ് എന്ന് പറയുമ്പോൾ അത് ട്രീറ്റ്മെന്റ് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ അണ്ടർഗോയിങ് ആയിട്ടുള്ള സീവേജിനെ നമ്മൾ സെപ്റ്റിക് സീവേജ് എന്ന് പറയുന്നത് അസിഡിക് ഇൻ നേച്ചർ ആണ്. ഓക്കെ, മനസ്സിലാക്കിയിരുന്നാൽ മതിയാകും. മറ്റു ചോദ്യം, വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ ലിക്വിഡ് ഫ്ലോയിങ് ഇൻ സീവർ? ഇതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ ലിക്വിഡ് ഫ്ലോയിങ് ഇൻ സീവർ? സീവറിലൂടെ അല്ലെങ്കിൽ നമ്മുടെ സീവർ പൈപ്പിലൂടെ ഫ്ലോ ചെയ്യുന്ന ആ ഒരു
ലിക്വിഡിനെ നമ്മൾ എന്താ വിളിക്കുക? അതൊരു സീവേജ് അല്ലെ, എന്നെ വിളിക്കുന്ന ഒരു സീവേജ്. ആ പൈപ്പുകളുടെ ഒരു സിസ്റ്റത്തെ നമ്മൾ സീവറേജ് സിസ്റ്റം എന്ന് പറയും. ആ പൈപ്പിനെ നമ്മൾ സീവർ പൈപ്പ് എന്ന് പറയും. സ്റ്റോം വാട്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ മഴവെള്ളമാണ് പ്രധാനമായിട്ടും സ്റ്റോം വാട്ടർ എന്ന് ഉദ്ദേശിക്കുന്നത് അല്ലെ. അപ്പൊ നമുക്കറിയാം. അപ്പൊ മറ്റു ടേമുകളൊന്നും മനസ്സിലാക്കിയിരുന്നാൽ മതി. മറ്റു ചോദ്യം, ബ്രോക്കൺ ഫർണിച്ചർ, പേപ്പർ, റാക്സ് എക്സെട്ര കംസ് അണ്ടർ. പൊട്ടിയ ഫർണിച്ചർ, പേപ്പർ, റാഗ്. യെസ്, ബ്രോക്കൺ ഫർണിച്ചർ, പേപ്പർ, racks etc. comes under option A garbage, option B rubbish, option C refuse, option D sewage. കൺഫ്യൂഷൻ ഉണ്ടോ? ഗാർബേജ് ആണോ റബ്ബിഷ് ആണോ ഉത്തരം വരിക? ആലോചിച്ച് നോക്കി. ബ്രോക്കൺ ഫർണിച്ചർ, പേപ്പർ, റാക്സ് കംസ് അണ്ടർ ഓപ്ഷൻ ബി റബ്ബിഷ് അല്ലെ. എന്താ വരിക? എന്താ വരിക? നമ്മളുടെ ഉത്തരവാദിത്വം എന്താ വരിക? റബ്ബിഷ് അല്ലേ വരിക. കിച്ചൺ ഫുഡ് ഓർഗാനിക് മാറ്റർ ആണ് ഗാർബേജ് വരുന്നുണ്ടാവുക. ഡ്രൈ ആയിട്ടുള്ള ഒടിഞ്ഞ കസേര, പ്ലാസ്റ്റിക്, ഗ്ലാസ്, പേപ്പർ, ക്ലോത്ത് അതൊക്കെ വരുന്ന റബ്ബിഷ്. അങ്ങനല്ലേ പഠിച്ചിട്ടുള്ളത്? അങ്ങനെ തന്നെയല്ലേ പഠിച്ചിട്ടുള്ളത്? അപ്പൊ ഇങ്ങനെയുള്ള പൊതുവെ എല്ലാം കൂടെ കോമൺ ആയിട്ട് നമ്മൾ പറയുന്നത്, ആവശ്യമില്ലാത്തതിനെ എല്ലാം കൂടെ നമ്മളത് പറയുന്നു ദാറ്റ് ഈസ് റെഫ്യൂസ് എന്ന് പറയുന്നത്. ആദ്യം റെഫ്യൂസ് ആണ്. റെഫ്യൂസ് സംശയമുണ്ടോ? ഗാർബേജും റബ്ബിഷും മാറിപ്പോകുന്നുണ്ടോ? യെസ്. സീവേജ് നമുക്കറിയാലോ, ഹൗസ് ഇൻഡസ്ട്രിയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വേസ്റ്റ് വാട്ടറിനെ നമ്മൾ, ഹ്യൂമൻ വേസ്റ്റും സോപ്പും കെമിക്കലും എല്ലാം അതിനകത്ത് ഉണ്ടാവും. അതിനെ നമ്മൾ സീവേജ് എന്ന് പറയുന്നു. അത് കൃത്യമായിട്ട് ട്രീറ്റ്മെന്റ് ആവശ്യമുള്ളതിനെയാണ് നമ്മൾ സീവേജ്. ഡിസ്പോസൽ ചെയ്യുന്നതിന് മുന്നേ ട്രീറ്റ് ചെയ്ത് വേണം അത് ഡിസ്പോസൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ ആണോ? ഓപ്ഷൻ എ ഗാർബേജ് പറഞ്ഞവർക്ക് ഓക്കെ ആണോ? സംശയമുണ്ടോ? ഓക്കെ അല്ലേ? ശരി. അത് വിട്ടുപോകരുത്. ഗാർബേജ് എന്താണ്? ഗാർബേജ് എന്ന് പറയുമ്പോൾ അതിനകത്ത് കിച്ചൺ ഫുഡ് അല്ലെ, അതായത് ഫുഡിന്റെ വേസ്റ്റ് അതിനകത്ത് വരുന്നുണ്ടാവും. ഏതാണ് സംഭവം കേട്ടോ? ഓർഗാനിക് മാറ്റർ ആയിരിക്കും ഗാർബേജ് എന്ന് പറയുന്നത്. റബ്ബിഷ് എന്ന് പറയുമ്പോൾ ഡ്രൈ വേസ്റ്റ് മെറ്റീരിയൽ ആണ്. പൊതുവെ പേപ്പർ, പ്ലാസ്റ്റിക്, ഗ്ലാസ് അങ്ങനെയുള്ള മെറ്റൽസ്, ക്ലോത്ത് അങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് പൊതുവെ ഡ്രൈനെ നമ്മൾ റബ്ബിഷ് മെറ്റീരിയൽ എന്ന് പറയും. ഓക്കെ, ഫൈൻ. മറ്റു ചോദ്യം, ദ ആവറേജ് ടെമ്പറേച്ചർ ഓഫ് സീവേജ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലുള്ള സീവേജിന്റെ ഒരു ആവറേജ് ടെമ്പറേച്ചർ 50, 20, 30, 10 ഡിഗ്രി സെൽഷ്യസ്. ഇന്ത്യയിൽ സീവേജിന്റെ ടെമ്പറേച്ചർ. യെസ്. ഡ്രിങ്കിങ് വാട്ടറിന്റെ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ എത്രയാണ്? ഡ്രിങ്കിങ് വാട്ടർ, പോർട്ടബിൾ വാട്ടർ, കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം മെയിൻറ്റെയിൻ ചെയ്യേണ്ട ടെമ്പറേച്ചർ 10. ഓക്കെ. അപ്പോൾ നമ്മുടെ സീവേജ് ടെമ്പറേച്ചർ എത്രയാ? സീവേജിന്റെ ടെമ്പറേച്ചർ എത്രയാണ്? സീവേജിന്റെ ടെമ്പറേച്ചർ 20 കേട്ടോ. 20. യെസ്. ഓപ്ഷൻ ബി 20 ഡിഗ്രി സെൽഷ്യസ്. ആവറേജ് ടെമ്പറേച്ചർ ഓഫ് സീവേജ് ഇൻ ഇന്ത്യ. ഓപ്ഷൻ ബി 20 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ ആണെന്ന് കരുതുന്നു. മറ്റൊരു ചോദ്യം, ദ വാട്ടർ കണ്ടന്റ് ഓഫ് സാനിറ്ററി സീവേജ്. സാനിറ്ററി സീവേജിലുള്ള വാട്ടർ കണ്ടന്റ് എത്രയാണ്? വാട്ടർ കണ്ടന്റ്. അപ്പൊ സീവേജിന്റെ പ്രത്യേകത അത് ഒഴുകി പോകണം. അപ്പോൾ അതിനകത്ത് ഏറ്റവും കൂടുതൽ വെള്ളം തന്നെയായിരിക്കും. സോളിഡ് പാർട്ടിക്കിൾസ് വളരെ കുറവായിരിക്കും. അപ്പോ സാനിറ്ററി സീവേജിന്റെ പ്രത്യേകത 99.999% എന്ത് തന്നെയാണ്? അല്ലെങ്കിൽ 99.9% എന്ത് തന്നെയാണ്? വാട്ടറാണ്, വാട്ടർ കണ്ടന്റ് ആണ്. ബാക്കി വരുന്ന 0.1% ആയിരിക്കും സോളിഡ് പാർട്ടിക്കിൾസ് ഉണ്ടാവുക. ഓക്കെ, അങ്ങനെയാണ് നമ്മളെ കൺസെപ്റ്റ്. യെസ്. സോ വാട്ടർ കണ്ടന്റ് ഇൻ സാനിറ്ററി സീവേജ് ഈസ് ഓപ്ഷൻ ഡി 99.9. അപ്പൊ സീവേജ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഡയലൂട്ട് മിക്സ്ചർ ഓഫ് ദ വേസ്റ്റ് ഓഫ് വേരിയസ് ടൈപ്സ് ഫ്രം ദ റെസിഡൻഷ്യൽ, പബ്ലിക് ആൻഡ് ഇൻഡസ്ട്രിയൽ പ്ലേസസ്. അല്ലെ, ഇതെല്ലാം കൂടെ ഒരു ഒരു ഡയലൂട്ട് മിക്സ്ചർ ആണ്. ഓക്കെ, അതിൽ വെള്ളം ഇൻ ദ സെൻസ് വാട്ടർ കണ്ടന്റ് എന്ന് പറയുന്നത് ഏകദേശം 99.9%.
0.1%, 0.1% സോളിഡ്സ് വരും. It includes sewage water, fall discharge from the water closet, urinals, hospitals, etc. Okay. Average temperature of sewage in India 20 degrees Celsius മൂടി ഓർത്തിരിക്കും. ഓക്കെ, സീവേജുമായി ബന്ധപ്പെട്ട് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ കണ്ടത്. മറ്റു ചോദ്യം, വാട്ട് ഈസ് ദ നെയിം ഓഫ് വാട്ടർ കമ്മിങ് ഔട്ട് ഓഫ് കിച്ചൺ, ബാത്റൂം, വാഷ് ബേസിൻ എക്സെട്ര? കിച്ചൺ, ബാത്റൂം, വാഷ് ബേസിനിൽ നിന്നും പുറത്തേക്ക് വരുന്ന ആ ഒരു വേസ്റ്റ് വാട്ടർ ഉണ്ടാകും. അതിനെന്താ വിളിക്കുക നമ്മൾ? സള്ളേജ്. സള്ളേജ്, സള്ളേജ്, സള്ളേജ്. അപ്പോൾ സള്ളേജ് എന്താണ്, ഗാർബേജ് എന്താണ്, റെഫ്യൂസ് എന്താണ്, റബ്ബിഷ് എന്താണ്, സീവേജ് എന്താന്നൊക്കെ നമ്മൾ കണ്ടു. ഓക്കെ, യെസ്. മറ്റു ചോദ്യം, ഡൊമസ്റ്റിക് സീവേജ് ആൻഡ് ഇൻഡസ്ട്രിയൽ സീവേജ് കളക്റ്റീവ്ലി കോൾഡ് ആസ് ഡാഷ്? ഡൊമസ്റ്റിക് സീവേജിനെയും ഇൻഡസ്ട്രിയൽ സീവേജിനെയും ചേർത്ത് കോമൺ ആയിട്ട് നമ്മൾ എന്താണ് പറയുക? ഡൊമസ്റ്റിക് സീവേജിനെയും ഇൻഡസ്ട്രിയൽ സീവേജിനെയും മാത്രമായി കളക്റ്റീവ്ലി നമ്മൾ എന്താണ് പറയുക? യെസ്, ഓപ്ഷൻ ബിനു, ഓപ്ഷൻ ഡി നൈറ്റ് സോയിൽ. നൈറ്റ് സോയിൽ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഹ്യൂമൻ എക്സ്ക്രീറ്റ, അതൊക്കെയാണ് ബേസിക്കലി നൈറ്റ് സോയിൽ എന്ന് പറയുന്നത്. ഓക്കെ, ഓപ്ഷൻ സി WWF, ഓപ്ഷൻ ബി സ്ലഡ്ജ്, ഓപ്ഷൻ എ DWF. യെസ്, ഡൊമസ്റ്റിക് സീവേജും അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ സീവേജും കളക്റ്റീവ്ലി നമ്മൾ പറയുന്നുണ്ടാവുക ഡ്രൈ വെതർ ഫ്ലോ എന്നാണ്. DWF. ഓപ്ഷൻ എ ആണ് നമ്മൾ ഉത്തരമായിട്ട് വരിക. ഡ്രൈ വെതർ ഫ്ലോ, DWF. സോ ഡൊമസ്റ്റിക് സീവേജ് ആൻഡ് ഇൻഡസ്ട്രിയൽ സീവേജ് കളക്റ്റീവ്ലി നമ്മൾ DWF, ദാറ്റ് ഈസ് ഡ്രൈ വെതർ ഫ്ലോ. മറ്റൊരു ടൈപ്പാണ് വെറ്റ് വെതർ ഫ്ലോ, WWF. WWF എന്ന് പറഞ്ഞാൽ വെറ്റ് വെതർ ഫ്ലോ എന്നറിയപ്പെടുക കേട്ടോ, വെറ്റ് വെതർ ഫ്ലോ. ഇറ്റ് ഡസ് നോട്ട് കണ്ടെയ്ൻ സ്റ്റോം വാട്ടർ. ഇത്തരത്തിൽ മഴവെള്ളമോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇല്ല എവിടെ? ഡ്രൈ വെതർ ഫ്ലോയിൽ. വെറ്റ് വെതർ ഫ്ലോ ആണെങ്കിൽ അവിടെ മഴവെള്ളം കൂടി ഉണ്ടാവും. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് നോർമൽ ഫ്ലോ ഡ്യൂറിംഗ് ദ ഡ്രൈ സീസൺ. മഴ സമയത്തല്ല, ഡ്രൈ സീസണിലുള്ള ഫ്ലോ. It contains many types of carbonic and poisonous material. Treatment of DWF is extremely essential. അല്ലെ, പൂർണ്ണമായിട്ടും നമ്മളത് ട്രീറ്റ് ചെയ്ത് വേണം പുറത്തേക്ക് എത്തിക്കാൻ. കാർബോണിക് ആൻഡ് പോയിസണസ് മെറ്റീരിയൽസ് ഉണ്ടാകും ഡ്രൈ സീസണിൽ. ഇത്തരത്തിൽ ഉണ്ടാകുന്ന വേസ്റ്റേജിന്റെ ഫ്ലോ. സ്റ്റോം വാട്ടർ അതിനകത്ത് ഉണ്ടാവില്ല, മഴവെള്ളം ഉണ്ടാവില്ല. അതിനെയാണ് നമ്മൾ ഡ്രൈ വെതർ ഫ്ലോ എന്ന്